Opening Hours with MyFin. ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് അവേഴ്സിന്റെ പുതിയൊരു സെഷനിലേക്ക് സ്വാഗതം. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. ഹാപ്പി മോർണിംഗ് നയന. ഇനിയിപ്പോൾ മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു വീക്ക്നെസ് ആണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. നിഫ്റ്റി 50 വരികയാണെങ്കിൽ 0.38% ഒരു നഷ്ടത്തിലുള്ള ട്രേഡിംഗ് തുടരുന്നു. ബാങ്ക് നിഫ്റ്റിയിലേക്ക് വന്നാലും 0.76% ഒരു സെല്ലിംഗ് ആണ് ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും US ഇറാൻ ടെൻഷൻസ് ഒക്കെ തന്നെ ഉയരുന്നതും ഒപ്പം സ്ട്രെയിറ്റ് ഹോർമസ് തുറക്കുന്നതിലുള്ള അൺസർട്ടനിറ്റിയും എല്ലാം തന്നെ വീണ്ടും ക്രൂഡ് ഓയിൽ പ്രൈസിനെ ഉയർത്തുകയാണ്. ബ്രെന്റ് ക്രൂഡ് ഇപ്പോൾ നോക്കുകയാണെങ്കിൽ $88 പെർ ബാരലിന് സമീപമൊക്കെ തന്നെ ട്രേഡിംഗ് തുടരുകയാണ്. അതുകൊണ്ട് തന്നെ ഓയിൽ മാർക്കറ്റിലെ മൂവ്മെന്റ് ഒക്കെ തന്നെ ഇന്നത്തെ മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ടർ തന്നെയാണ്. കൂടാതെ നമ്മൾ മറ്റ് ഗ്ലോബൽ ക്യൂസ് നോക്കുകയാണെങ്കിൽ മിക്സ്ഡ് ആയിട്ടുള്ള ഒരു പിക്ചർ തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഏഷ്യൻ മാർക്കറ്റിലേക്ക് വന്നാൽ മിക്സ്ഡ് ആയിട്ടുള്ള ട്രേഡിംഗ് കാണുമ്പോൾ US മാർക്കറ്റ് ചെറിയൊരു നഷ്ടത്തിലാണ് അവസാനിച്ചത്. ഡൗ ജോൺസ്, S&P 500 എന്നിവ ഫ്ലാറ്റിലും ഒപ്പം നാസ്ഡാക്ക് സൂചിക 0.32% നഷ്ടത്തിലുമാണ് ക്ലോസിംഗ് ഉണ്ടായിട്ടുള്ളത്. Nvidia, ആപ്പിൾ പോലുള്ള വലിയ ടെക് സ്റ്റോക്സിലും ഒരു വീക്ക്നെസ് ഒക്കെ തന്നെയാണ് ഉണ്ടായത്. കൂടാതെ ഗോൾഡ് 7 വീക്ക് ഹൈക്ക് സമീപമാണ് ഇപ്പോൾ ട്രേഡിംഗ് തുടരുന്നത്. മറ്റൊരു കാര്യം, ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷണൽ സൈഡിലൊക്കെ നോക്കുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോസ് ഇപ്പോഴും ഒരു പോസിറ്റീവായിട്ട് നിൽക്കുന്നത് മാർക്കറ്റിനെ സംബന്ധിച്ച് ഒരു സപ്പോർട്ടീവ് ഫാക്ടർ ആണെന്ന് തന്നെ പറയാം. FIകൾ കഴിഞ്ഞ ദിവസം 480 കോടിയിലേറെയും DIകൾ 235 കോടിയിലേറെയും ഒരു ബൈയിങ് ഒക്കെ തന്നെയാണ് നടത്തിയത്. ഇനി മാർക്കറ്റിന്റെ പ്രധാന മറ്റൊരു ഫോക്കസ് എന്ന് പറയുന്നത് Q1 സീസൺ തന്നെയാണ്. Q1 ഏർണിംഗ് സീസൺ ഒക്കെ തന്നെ തുടരുന്നതിനാൽ ആ ഒരു സ്റ്റോക്ക് സ്പെസിഫിക് ആയിട്ടുള്ള ആക്ഷൻസ് കൂടി ഇപ്പോൾ നടക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ നിഫ്റ്റിയുടെ എക്സ്പയറി ഡേ കൂടിയാണ് ഇന്നത്. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. അതിനാൽ തന്നെ ഒരു Q1 റിസൾട്ട് ഒപ്പം ക്രൂഡ് ഓയിൽ പ്രൈസസ്, US ഇറാൻ ഡെവലപ്മെന്റ്സ്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ഫ്ലോസ് എന്നിവയെല്ലാം തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിൽ ശ്രദ്ധിക്കേണ്ട പ്രധാന ഫാക്ടേഴ്സ് തന്നെയാണ്. സുരേഷ് സാർ, താങ്കളുടെ ഇന്നത്തെ ഒരു ടേക്ക് എങ്ങനെയാണ്? നയന, ആദ്യം തന്നെ അവർ ഡീപ്പസ്റ്റ് കണ്ടോളൻസസ് ടു ഓൾ ദോസ് ഹു ലോസ്റ്റ് ലൈഫ് ഇൻ കൊളംബിയൻ എർത്ത്ക്വേക്ക് ട്രാജഡി. അവിടെ വലിയ വലിയ നാശനഷ്ടങ്ങളുണ്ടായി, ഒരുപാട് ജീവൻ പൊലിഞ്ഞു എന്നുള്ള കാര്യം അറിയാം. ഈ പറയുന്ന പോലെ ഈ മരിച്ചവർക്ക് വേണ്ടി നമ്മുടെ എല്ലാ പ്രാർത്ഥനയും, അതുമാത്രമല്ല അവരുടെ ലവ്ഡ് വൺസ് അവരുടെ ഫാമിലിക്ക് വേണ്ടി എല്ലാ പ്രാർത്ഥനയും നമ്മുടെ കൂടെയുണ്ട്. അതുമാത്രമല്ല രാജ്യം വളരെ കഷ്ടത്തിൽ കൂടെയാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത്. സോ അവർ പ്രേയേഴ്സ് വിത്ത് ദം. ദൈവം എല്ലാവിധ ശക്തിയും കൊളംബിയൻ ജനതയ്ക്ക് കൊടുക്കട്ടെ എന്നുള്ളത് പറഞ്ഞുകൊണ്ട് തന്നെ നമുക്കിന്ന് തുടങ്ങാം എന്നുള്ള. അതുകൊണ്ട് തന്നെ ഞാനൊരു ഹാപ്പി മോർണിംഗ് അധികം പറയുന്നതിൽ എനിക്ക് സങ്കടമുണ്ട്. എനിവേ, ഹാപ്പി മോർണിംഗ് വ്യൂവേഴ്സ് എന്നുകൂടി ഞാൻ പറഞ്ഞുകൊണ്ട് തുടങ്ങാം എന്നുള്ള. നയന, ആദ്യം തന്നെ ഒന്ന് മാർക്കറ്റിലെ ഒരു ട്രേഡ് സെറ്റപ്പ് നോക്കുകയാണെങ്കിൽ എനിക്കറിയില്ല, വ്യക്തിപരമായിട്ട് ഞാൻ അത്രയ്ക്ക് സന്തോഷകരമായിട്ടുള്ള കാര്യങ്ങളല്ല എന്ന് ഞാൻ ഐ ഡോണ്ട് നോ, എനിക്ക് തെറ്റാം, ഞാൻ പറയുന്നത് 100% തെറ്റാം, എന്നെ ആരും വിശ്വസിക്കേണ്ട. എങ്കിലും നമ്മൾ ചില ദിവസം രാവിലെ മാർക്കറ്റിൽ വരുമ്പോഴേ, ഞാൻ പറഞ്ഞല്ലോ മാർക്കറ്റിൽ നമ്മൾ ഫണ്ടമെൻ്റൽസ് ഉണ്ട്, ടെക്നിക്കൽസ് ഉണ്ട്, അതുകൂടാതെ ഒരു മാർക്കറ്റ് ഇൻ്റലിജൻസ് പറഞ്ഞൊരു മൂന്നാമതൊരു വിഭാഗമുണ്ട്. ഈ മാർക്കറ്റ് ഇൻ്റലിജൻസ് പറയുമ്പോൾ നമ്മുടെ എക്സ്പീരിയൻസിൽ അല്ലെങ്കിൽ നമ്മുടെ മനസ്സിൽ നിന്ന് തോന്നുന്ന ചില കാര്യങ്ങൾ, ചില കോമൺ സെൻസിൽ നമ്മൾ ആലോചിക്കുന്ന കാര്യങ്ങൾ, പക്ഷേ ഇതെല്ലാം ഒരിക്കലും ശരിയായി വരണമെന്നില്ല. ഇപ്പോൾ ഫണ്ടമെൻ്റലിനും ടെക്നിക്കലിനും തന്നെ 100% ആക്യുറസി പറയാൻ പറ്റാത്തപ്പോൾ നമുക്ക് എങ്ങനെയാണ് മാർക്കറ്റ് ഇൻ്റലിജൻസിന് പറയാൻ പറ്റുന്നത്? ബട്ട് ഈവൻ ദെൻ എൻ്റെ ഒരു ലിമിറ്റഡ് നോളജ് വെച്ച് ഞാൻ നോക്കുമ്പോൾ മാർക്കറ്റ് അത്ര ബ്രൈറ്ററായിട്ട് എനിക്ക് തോന്നുന്നില്ല എന്നുള്ള. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന് എന്ന് പറയുന്നത് ക്രൂഡിൻ്റെ വില നോക്കുകയാണെങ്കിൽ ക്രൂഡ് ഓയിൽ ഏതാണ്ട് $87 to $88 പെർ ബാരലിൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അതിന് ഓപ്പോസിറ്റായിട്ട് ഗോൾഡ് ഭേദപ്പെട്ട രീതിയിൽ $4,300 പെർ ട്രോയ് ഔൺസിന് മുകളിലേക്ക് ഗോൾഡ് പോയിരിക്കുന്നു എന്നുള്ള. അപ്പോൾ ഈ ഒരു ട്രേഡ് സെറ്റപ്പ് എന്നെ സംബന്ധിച്ച്, അല്ലെങ്കിൽ ആ ഒരു ഗ്ലോബൽ ക്യൂ എന്നെ സംബന്ധിച്ച് ചെറുതായിട്ടൊരു കൺസേണിങ് ആണ്. ബട്ട് ആ ഒരു കൺസേൺ കറക്റ്റാണോ എന്ന് അറിയാൻ, സബ്സ്റ്റാൻഷിയേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ വേറെ പല ഡേറ്റാസും കൂടി നോക്കുമ്പോൾ US 10-year ബോണ്ട് ഈൽഡ് 4.716% ഉയർന്നിരിക്കുന്നു എന്നുള്ള. അപ്പോൾ 2-3 കാര്യങ്ങൾ ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ അത്ര സുഖകരമായിട്ടുള്ള കാര്യമല്ല എന്നുള്ളത് നമ്മൾ പ്രത്യേകം പറയണം. അതുമാത്രമല്ല, ഇൻഫ്ലേഷൻ്റെ കാര്യത്തിൽ അമേരിക്കയിൽ വലിയൊരു കൺസേൺ ആണെന്നും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടാനുള്ള സാധ്യതകളുണ്ട് എന്നുള്ള ഡിസ്കഷൻസും നിലനിൽക്കുന്നു. അപ്പോൾ ഇതാണ് ശരിക്കും പറഞ്ഞാൽ ഗ്ലോബലി എന്നെ അലട്ടുന്ന ഈ പറയുന്ന പോലെ ഗ്ലോബൽ ക്യൂസ്. ഒന്നെന്ന് പറയുന്നത് ഓയിലിൻ്റെ പ്രൈസ്, 2 എന്ന് പറയുന്നത് ഗോൾഡ്, 3 എന്ന് പറയുന്നത് ബോണ്ട് ഈൽഡ്, 4 എന്ന് പറയുന്നത് അമേരിക്കയിലെ ഇൻട്രസ്റ്റ് റേറ്റ്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു ജനറൽ ഗ്ലോബൽ സെറ്റപ്പായിട്ട് നിൽക്കുമ്പോൾ ഇന്ത്യയിൽ എന്നെ സംബന്ധിച്ച് എന്താണ് കൺസേൺ ആയിട്ട് വരുന്നതെന്നുള്ള 2 കാര്യങ്ങളാണ്. ഒന്ന് എന്ന് പറയുന്നത് ഓഫ് കോഴ്സ് ഈ പറയുന്ന പോലെ ക്രൂഡ് ആൻഡ് കറൻസി നമ്മുടെ ടോട്ടൽ മാക്രോ എക്കണോമിക് സെറ്റപ്പിനെ ഒന്ന് ടിൽറ്റ് ചെയ്യാൻ പറ്റുന്ന 2 കാര്യങ്ങൾ. പിന്നെ രണ്ടാമത്തെ കാര്യം, മാർക്കറ്റിനെ എഫക്റ്റ് ചെയ്യുന്ന കാര്യം, വെരി ഹൈ റിച്ച് ആസ്ട്രോണമിക്കൽ വാല്യുവേഷൻസ് ഇൻ ദ മിഡ് ക്യാപ് 100 ആൻഡ് സ്മോൾ ക്യാപ് 100 സ്പേസ്. നിഫ്റ്റി വലിയ രീതിയിൽ നമുക്ക് ബുദ്ധിമുട്ട് തരുന്നില്ലെങ്കിലും വാല്യുവേഷൻസ് ഇൻ നിഫ്റ്റി
mid cap 100, small cap 100 and several stocks in this index is giving me a lot of concern എന്നുള്ള കാര്യം പറഞ്ഞുകൊണ്ട് തന്നെ ഇന്നത്തെ ഓപ്പണിംഗ് അവേഴ്സ് തുടങ്ങാം എന്നുള്ളതാണ്. അപ്പോൾ ഈ പറഞ്ഞ പോലെ മിഡിൽ ഈസ്റ്റിൻ്റെ കാര്യങ്ങളിൽ നിന്ന് നമുക്ക് ഗ്ലോബൽ ക്യൂ തുടങ്ങാം. കാര്യം എപ്പോഴും നമ്മൾ അതാണ് പറയുന്നത്. അവിടെ മിഡിൽ ഈസ്റ്റിൻ്റെ ഇഷ്യൂവിൽ ഇപ്പോൾ ടേബിൾസ് ടിൽറ്റ് ചെയ്യുന്ന പോലെ ഇത്രയും നാൾ ഇറാനാണ് പറഞ്ഞിരുന്നത് അവർക്ക് വാർ ഡാമേജസ് വേണം എന്നുള്ളത്, അതായത് റെപ്പറേഷൻസ് വേണമെന്ന് ഇറാൻ പറഞ്ഞിരുന്നു. ഇറാൻ്റെ കുറേ അവകാശങ്ങൾ എന്താ, ഞങ്ങൾ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് തുറക്കാം. ഒന്നാമത്തെ കാര്യം എന്താ, ഞങ്ങൾക്ക് എതിരെയുള്ള ഈ പറയുന്ന പോലെ ബ്ലോക്കേഡ്, US-ൻ്റെ നേവൽ ബ്ലോക്കേഡ് നിർത്തണം. 2, ഞങ്ങളുടെ അലൈഡ് കൺട്രീസ് ആയുള്ള ഹെസ്ബുള്ള പോലെയുള്ള ലെബനൻ പോലെയുള്ള രാജ്യങ്ങളിൽ ഇസ്രായേലിൻ്റെ അറ്റാക്ക് നിർത്തണം. 3, ഞങ്ങളുടെ ഫ്രോസ്ഡ് ആയിട്ടുള്ള അസറ്റ്സ് അൺഫ്രീസ് ചെയ്യണം. ഞങ്ങളുടെ ട്രേഡ് ബാൻ പിൻവലിക്കണം. ഞങ്ങളുടെ ഓയിലിന് വെച്ചിരിക്കുന്ന സാങ്ഷൻസ് പിൻവലിക്കണം എന്നൊക്കെ പറയുന്നതിൻ്റെ കൂടെ 2 കാര്യങ്ങളായിട്ടാണ് കോൺട്രവേഴ്സ്യലായിട്ട് വന്നത്. ഒന്ന് എന്ന് പറയുന്നത് റിപ്പറേഷൻസ്, അതായത് ഈ യുദ്ധം കാരണം ഞങ്ങൾക്കുണ്ടായ ഡാമേജുകൾക്ക് ഞങ്ങൾക്ക് കോമ്പൻസേഷൻ തരണം എന്നുള്ളത് ഒന്ന്. 2, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് വഴിയുള്ള ട്രാൻസിറ്റിന് ഞങ്ങൾക്ക് ലീഗലി ഒമാനുമായി ചേർന്ന് ഒരു ഫീ കളക്ട് ചെയ്യാനുള്ള ലീഗൽ അതോറിറ്റി ലോകം അക്സെപ്റ്റ് ചെയ്യണം. ഇതായിരുന്നു കോൺട്രവേഴ്സ്യലായിട്ടുള്ള കാര്യം. അപ്പോൾ റെപ്പറേഷൻസ് എന്ന് പറയുമ്പോൾ നമ്മൾ എസ്പെഷ്യലി പറയുന്നത് ഒരു ഹിസ്റ്റോറിക് ഇൻജസ്റ്റിസിന് ഉണ്ടാവുന്ന ഒരു കോമ്പൻസേഷൻ എന്ന് വേണമെങ്കിൽ റെപ്പറേഷൻസിനെ നമുക്ക് പറയാം. ഇത്രയും നാൾ ഇറാനായിരുന്നു റേസ് ചെയ്തിരുന്നത്, ഞങ്ങൾക്കാണ് പൈസ ആവശ്യം എന്നുള്ള രീതിയിലാണ്. ഇപ്പോൾ ടേബിൾസ് തിരിഞ്ഞിട്ട് ട്രംപ് റിപ്പറേഷൻസ് ആവശ്യപ്പെട്ടു തുടങ്ങി. ട്രംപ് പറയണത് എന്താ, ഞങ്ങളുടെ സോൾജിയേഴ്സ് നഷ്ടപ്പെട്ടതിന്, അതുമാത്രമല്ല ഇറാനിൽ തന്നെ ഈ ഡെമോൺസ്ട്രേഷൻ നടത്തിയ ഒരുപാട് സിവിലിയൻസിനെ കൊന്നതിനൊക്കെ റിപ്പാട്രിയേഷൻസ് അല്ല, ഐ എം എക്സ്ട്രീംലി സോറി, റിപ്പറേഷൻസ് ഇറാൻ തരണം എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ള. അപ്പോൾ ഒരുപാട് കാര്യങ്ങൾ മാറിയും തിരിഞ്ഞും വരികയാണ് എന്നുള്ള. ഇതിൽ നിന്ന് മനസ്സിലാവുന്ന ഒരു കാര്യം എന്താ, ഈ പറയുന്ന പോലെ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് അടുത്ത കാലത്തൊന്നും തുറക്കാൻ സാധ്യതയില്ല. കാര്യം ഒരു പീസ് ടോക്ക് അല്ലെങ്കിൽ ഒരു പീസ് അക്കോർഡൻസ് എത്താനുള്ള സാധ്യതകൾ വളരെ ഡിമ്മായിരിക്കുന്നു. ഇത്രയും നാൾ ഇറാൻ ചോദിച്ചിരുന്ന റെപ്പറേഷൻസ് ഇപ്പോൾ ട്രംപ് ചോദിച്ചു തുടങ്ങി എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നതെന്നല്ല. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഒരു വശത്ത് നടക്കുമ്പോൾ ഇപ്പുറത്തെ വശത്ത് ട്രംപ് പറയുന്നൊരു കാര്യമുണ്ട്, ഈ സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൽ ഇറാൻ പ്ലേസ് ചെയ്തിട്ടുള്ള കുറേ സീ മൈൻസ് ഉണ്ട്. അതായത് കപ്പലുകൾ വല്ലതും പോവുകയാണെങ്കിൽ പൊട്ടിത്തെറിക്കാനായിട്ട് ഫ്ലോട്ടിംഗ് ആയിട്ടുള്ള മൈൻസ് ഒക്കെ ഉണ്ട്. അത് US മിലിറ്ററി അതൊക്കെ നീക്കം ചെയ്തു എന്നും ട്രംപ് അവിടെ അവകാശപ്പെടുന്നു എന്നുള്ള. എന്നാൽ മിഡിൽ ഈസ്റ്റിലെ സിറ്റുവേഷൻസ് ഇറാനും US-ഉം തമ്മിൽ വലിയ അറ്റാക്കൊന്നും ഇപ്പോൾ 2-3 ദിവസമായിട്ട് ഇല്ലെങ്കിൽ പോലും ഹൂതീസിൻ്റെ അറ്റാക്ക് ഭയങ്കരമായിട്ട് കൂടി. ഹൂതീസ് എന്ന് പറയുന്നത് ഒരു സെപ്പറേറ്റിസ്റ്റ് ഗ്രൂപ്പാണ് യമൻ എന്ന് പറയുന്ന രാജ്യങ്ങളിൽ. അവിടെ യമനിലെ തന്നെ പല ഏരിയാസിൽ ഇപ്പോൾ MARIB പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഈ ഹൂതീസ് യമനിൽ തന്നെ അറ്റാക്ക് ചെയ്യുന്നു എന്നുള്ള ഒരു ഇൻഫർമേഷൻ ഒരു വശത്ത് വരുന്നു. രണ്ടാമത്തെ വശത്ത് ലെബനനിൽ പ്രത്യേകിച്ച് സൗത്ത് ലെബനനിൽ ഇസ്രായേലീസ് വലിയ രീതിയിലുള്ള ഷെല്ലിംഗ് അറ്റാക്ക് നടക്കുന്നു എന്നുള്ള. അപ്പോൾ മിഡിൽ ഈസ്റ്റിൽ ഈ പറയുന്ന പോലെ കാര്യങ്ങൾ നല്ല രീതിയിൽ പോകുന്നില്ല എന്നുള്ളത് ഒരു വശത്ത്. അത് കാരണം ഉണ്ടാകുന്ന ഇമ്പാക്റ്റ് എന്താ, സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമായിട്ടില്ല. അതുമാത്രമല്ല റെഡ് സീ ബാബേൽ മന്ദേബ് സ്ട്രെയ്റ്റിൽ സൗദി അറേബ്യയിൽ നിന്നുള്ള ട്രാൻസ്ഷിപ്മെൻറ്റ് അല്ലെങ്കിൽ കൺസൈൻമെൻറ്റ് അല്ലെങ്കിൽ ട്രാൻസിറ്റ് ഓഫ് വെസൽസ് ബ്ലോക്ക് ചെയ്ത് ഹൂതീസും കൂടെ നിൽക്കുന്നത് കാരണം ക്രൂഡ് പ്രൈസസിൻ്റെ കാര്യത്തിൽ വലിയ അൺസർട്ടനിറ്റി ഉണ്ട്. ക്രൂഡ് ഉയർന്നു നിൽക്കുന്നു, $87 to $88 പെർ ബാരൽ ട്രേഡ് ചെയ്യുന്നു എന്നുള്ളതും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂ ആയിട്ട് നിൽക്കുന്നു എന്നുള്ള. WTI ക്രൂഡ് ഞാൻ നോക്കാൻ നേരത്ത് $82 to $83 പെർ ബാരൽ ട്രേഡ് ചെയ്തു. അപ്പോൾ ക്രൂഡ് കയറി നിൽക്കുന്നു, അത്ര സന്തോഷകരമായിട്ടുള്ള കാര്യമല്ല ജിയോ പൊളിറ്റിക്കൽ സിറ്റുവേഷനിൽ. രണ്ടാമത് ട്രഷറി മാർക്കറ്റിലേക്ക് ഞാൻ വരുമ്പോൾ 10-year ബോണ്ട് ഈൽഡ് ഉയർന്ന് 4.714% ആയിരിക്കുന്നു. 30-year ബോണ്ട് ഈൽഡ് 5.25% ആയിരിക്കുന്നു. 2-year ബോണ്ട് ഈൽഡ് 4.243. അതായത് ഹയർ ബോണ്ട് ഈൽഡ് വന്നിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവും. അപ്പം എന്താണ് ബോണ്ട് മാർക്കറ്റ് റീഡ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഞാൻ വാൾ സ്ട്രീറ്റിലേക്ക് വരുമ്പോൾ S&P 500 നേരത്തെ ഞാൻ സൂചിച്ച പോലെ ചെറുതായിട്ടൊരു മാർജിനലി ഡൗൺ ആണ്, -0.06%. നാസ്ഡാക്ക് -0.34%. ഡൗ ജോൺസ് -0.11%. CBOE വോൾട്ടിലിറ്റി ഇൻഡെക്സ്, S&Pയിലെ വോൾട്ടിലിറ്റി ഇൻഡെക്സ് നോക്കുകയാണെങ്കിൽ 3.76% ഉയർന്ന് 15.46 ലെവലുണ്ട്. ഞാനിപ്പോൾ ബോണ്ട് ഈൽഡ് ഉയർന്ന് നിൽക്കുന്നു എന്ന് പറഞ്ഞു, അല്ലാതെ 10-year ബോണ്ട് ഈൽഡ് 4.714 എന്ന് പറഞ്ഞാൽ കംഫർട്ട് ലെവലായ 4.5 കൂടുതലാണ് എന്നുള്ളത്. അതുമാത്രമല്ല 30-year ബോണ്ട് ഈൽഡ് 5.25 എന്ന് പറയുന്നത് കംഫർട്ടായിട്ടുള്ള
5 എന്ന് പറയുന്ന ലെവലിനെക്കാട്ടിലും കൂടുതലാണ്. ഇൻഫാക്റ്റ് യുദ്ധം നടന്നുകൊണ്ടിരുന്നപ്പോൾ മാത്രവും ഈ യുദ്ധം ശരിക്കും ഫെബ്രുവരി മാർച്ചിൽ നടന്നല്ലോ. ഫെബ്രുവരി അവസാനം 27-28 മാർച്ചിലൊക്കെ നല്ല രീതിയിൽ അറ്റാക്ക് നടക്കുമ്പോഴും ഐ ഡോണ്ട് നോ, ഞാൻ റീകോൾ ചെയ്യുന്നില്ല ഇത്രയും വലിയൊരു ഹൈയിലേക്ക് ബോണ്ട് ഈൽഡ് പോയി എന്നുള്ളത്. അപ്പോൾ ബോണ്ട് ഈൽഡ് കയറി നിൽക്കുക എന്നുള്ളത് എന്തിൻ്റെ സൂചനയാണെന്നുള്ളതാണ് ചോദ്യചിഹ്നം. അതാണ് ക്വസ്റ്റ്യൻ മാർക്കായിട്ട് വരുന്നത്. ഇതിൻ്റെ കൂടെ ചേർത്ത് US മാർക്കറ്റിൽ വായിക്കേണ്ട ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഗ്ലോബൽ ക്യൂ ഉണ്ട്. അതായത് ഇന്നലെ ഇൻറ്റൽ 4% ഡൗൺ ആണ്. ഇന്നലെ 4% ഡൗൺ ആവാനുള്ള കാര്യം എന്താ? ഇൻറ്റൽ ഒരു ഫണ്ട് റേസിംഗ് പ്രൊപ്പോസൽ വെച്ചു. ഈ ഫണ്ട് റേസിംഗ് പ്രൊപ്പോസൽ വെച്ചത് മാർക്കറ്റിന് ഇഷ്ടപ്പെട്ടില്ല. മാർക്കറ്റ് ഇൻറ്റലിൻ്റെ സ്റ്റോക്സിനെ പണിഷ് ചെയ്ത് 4% ഡൗൺ ആയി എന്നുള്ള. ഇൻറ്റലിൻ്റെ സ്റ്റോക്ക് ഡൗൺ ആയ 4% ഡൗൺ ആയ എന്ന് പറഞ്ഞാൽ ഒരു സ്റ്റോക്ക് ഡൗൺ ആയി എന്നുള്ള രീതിയിൽ കാണരുത്. എന്ത് റീസണിലാണ്? ഫണ്ട് റേസിംഗ് പ്ലാൻ പറഞ്ഞപ്പോഴാണ് US മാർക്കറ്റ് അതിനെ പണിഷ് ചെയ്തത്. അതായത് ഫണ്ട് റേസ് ചെയ്യുന്നത് ഇഷ്ടപ്പെടുന്നില്ല. ഇപ്പോൾ ഇന്ത്യൻ മാർക്കറ്റിൽ നോക്കുകയാണെങ്കിൽ ഫണ്ട് റേസിംഗ് എന്നൊക്കെ പറഞ്ഞാൽ സ്റ്റോക്ക് കയറുകയാണ് ചെയ്യുന്നത്. അവിടെ സ്റ്റോക്ക് അടിക്കുകയാണ്. അതിൻ്റെ അർത്ഥം എന്താ? നിങ്ങൾ ഡെപ്റ്റ് എടുക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രോഫിറ്റബിലിറ്റി കുറയും ഇൻറ്റലിനെ കുറിച്ച്. കാരണം എന്താ? കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ഉയരാൻ പോകുന്നു എന്നായിരിക്കും ഒരു പക്ഷേ ഇക്വിറ്റി മാർക്കറ്റ് പറയുന്നത്. കാരണം എന്താ? ബോണ്ട് മാർക്കറ്റിൽ 10 ഇയർ ബോണ്ട് ഈൽഡും 30 ഇയർ ബോണ്ട് ഈൽഡും 2 ഇയർ ബോണ്ട് ഈൽഡും കയറി നിൽക്കുന്നു. അതായത് ബോണ്ട് മാർക്കറ്റും ഇൻറ്റൽ ഇന്നലെ ഡൗൺ ആവുന്നതും US മാർക്കറ്റും ഇപ്പോൾ റീഡ് ചെയ്യണ ഗ്ലോബൽ ക്യൂ ഇതാണ്. മിക്കവാറും ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ്, കോസ്റ്റ് ഓഫ് ബോണ്ടിൻ്റെ കൂപ്പൺ, ഇതൊക്കെ ഈൽഡൊക്കെ ഇൻക്രീസ് ചെയ്യാൻ പോകുന്നു എന്നുള്ള ഒരു ഡിസ്കഷൻ അല്ലെങ്കിൽ ഒരു ത്രെട്ട് US മാർക്കറ്റിൽ വന്നു എന്നുള്ളതാണ്. അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കാണുന്നൊരു പോയിന്റ്, ഞാൻ ഡോളർ ഇൻഡെക്സ് നോക്കിയപ്പോൾ 99.81 ഒക്കെ ഉള്ളൂ. ഡോളർ ഇൻഡെക്സ് വലിയ പ്രോബ്ലം ഇല്ല. ബട്ട് ഗോൾഡിൻ്റെയും കൂടെ ഡേറ്റ എടുക്കുമ്പോഴാണ് ഏതാണ്ട് $4,478 പെർ ട്രോയ് ഔൺസിലേക്ക് ഉയർന്നിരിക്കുന്നു എന്നുള്ള. 4000-ന് താഴെ വന്നതാണ്. 10% ടോട്ടലി ഏതാണ്ട് ഒരു 1.5 മാസം കൊണ്ട് കയറിയെന്നാണ്. സിൽവറും ഏതാണ്ട് $66 പെർ ട്രോയ് ഔൺസിലേക്ക് കയറിയിരിക്കുന്നു എന്നുള്ള. അതായത് ബോണ്ട് മാർക്കറ്റ് ഒരു ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കിനെ ഡിസ്കൗണ്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ളൊരു സംശയം. എന്തുകൊണ്ടായിരിക്കാം ബോണ്ട് ഈൽഡ് ഇത്രയും കയറിയത്? ഒന്ന് എന്ന് പറയുന്നത് വലിയ രീതിയിലുള്ള ബോണ്ട് ഇഷ്യൂ കോർപ്പറേറ്റ്സ് US നടത്തുന്നുണ്ട്. അതായത് കമ്പനികൾ ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ളൊരു കൂപ്പൺ അല്ലെങ്കിൽ ഒരു ഈൽഡ് കൊടുക്കാമെന്ന് പറഞ്ഞ് പൈസ റേസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരുപാട് ബോണ്ട് റേസ് ചെയ്യുന്നു ടു ദ ട്യൂൺ ഓഫ് $28 ബില്യൺ എന്നുള്ള രീതിയിൽ വരുന്നു. അപ്പോൾ ഇത് ഒരു വലിയ ത്രെട്ടായിട്ട്, അതായത് എല്ലാവരും ബോണ്ട് ഇഷ്യൂ ചെയ്ത് കടം റേസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പം ബോണ്ട് ഈൽഡ് കയറി നിൽക്കുകയും US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്കും കൂടെ ചെയ്യുകയാണെങ്കിൽ അത് വലിയ രീതിയിലുള്ള കേടുപാടുകൾ US എക്കണോമിക്കും US മാർക്കറ്റും ഇൻ റിട്ടേൺ ഈ പറയുന്ന പോലെ ഗ്ലോബൽ ഇക്വിറ്റി മാർക്കറ്റ്സിനും പ്രോബ്ലം ആവും എന്നുള്ളതാണ് എനിക്ക് ഇന്ന് മനസ്സിലാവുന്ന ഒരു റീഡിങ്. ഒന്നാമത്തെ റീസൺ. ഇനി രണ്ടാമത്തെ റീസൺ, ഈ ക്ലീവ്ലൻഡിലെ ഫെഡ് റിസർവിൻ്റെ പ്രസിഡന്റ്, അദ്ദേഹത്തിൻ്റെ പേര് ലേഡിയാണ്, ബെത്ത് ഹാമക്ക് എന്നാണ് പേര്. ഈ ബെത്ത് ഹാമക്ക് യാഹൂ ഫിനാൻസിന് കൊടുത്തിരിക്കുന്ന ഒരു ഇൻ്റർവ്യൂ ആണ്. അതായത് ബെത്ത് ഹാമക്ക് നമ്മുടെ FOMC ഫെഡ് മീറ്റിങ്ങിലെ ഒരു മെമ്പറാണ്. അതായത് ഞാൻ പറഞ്ഞില്ലേ US ഫെഡിൽ മെമ്പേഴ്സായിട്ട് വരുന്നത് അവിടുത്തെ സ്റ്റേറ്റിലെ പല ഫെഡിൻ്റെ ഹെഡും എല്ലാം കൂടെ ചേർന്നാണ് വരുന്നത്. അപ്പോൾ ക്ലീവ്ലൻഡ് എന്ന് പറയുന്ന സ്ഥലത്തിൻ്റെ ഫെഡ് റിസർവിൻ്റെ പ്രസിഡൻ്റാണ് ബെത്ത് ഹാമക്ക്. ആ ബെത്ത് ഹാമക്ക് യാഹൂ ഫിനാൻസിന് കൊടുത്തുള്ള ഇൻ്റർവ്യൂവിൽ വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് വളരെ ഫോക്കസ്ഡ് ആയിട്ട് കോൺസെൻട്രേറ്റഡ് ആയിട്ട് അവർ പറയുന്നൊരു കാര്യമുണ്ട്. US മോർ ദാൻ 1 ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് വേണം. അതായത് US ഇൻഫ്ലേഷൻ കൈവിട്ട് പോകുന്നുണ്ടോ എന്നൊരു സംശയം. നമ്മൾ അതിനെ ഹോക്കിഷായിട്ട് തന്നെ ഒരു കഴുകനെ പോലെ തന്നെ ഈ ഇൻഫ്ലേഷനെ പിടിച്ചു നിർത്താൻ വേണ്ടി ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടണം. അത് ഒരു പ്രാവശ്യമല്ല, പല രീതിയിൽ കൂട്ടണം എന്നുള്ള രീതിയിലാണ് ബെത്ത് ഹാമക്കിൻ്റെ വാക്കുകളിൽ നിന്നും സൂചിപ്പിക്കുന്നത്. അതിൽ നിന്ന് ഒരു കാര്യം നമുക്ക് മനസ്സിലാക്കാം, അതായത് 25 ബേസിസ് പോയിൻറ്റ്സ് ആവരുത്. ഒന്നില്ലെങ്കിൽ 25 ബേസിസ് പോയിൻറ്റ്സ് 2-3 പ്രാവശ്യമായിട്ട് കൂട്ടണം, അല്ലെങ്കിൽ 50 ബേസിസ് പോയിൻറ്റ്സോ 75 ബേസിസ് പോയിൻറ്റ്സോ ഒറ്റയടിക്ക് കൂട്ടണം എന്നുള്ള രീതിയിലാണ് ബെത്ത് ഹാമക്കിൻ്റെ വാക്കുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് എന്നുള്ള. അതായത് നമ്മൾ പ്രത്യേകിച്ച് ഈ ക്ലീവ്ലൻഡിൻ്റെ ഫെഡ് പ്രസിഡന്റ് ബെത്ത് ഹാമക്ക് പറയുന്നൊരു കാര്യമുണ്ട്. ഞങ്ങൾ ഓരോ മാസവും FOMC മീറ്റിംഗ് കൂടി ഫെഡ് മീറ്റിംഗ് കൂടി ഈ ഇൻട്രസ്റ്റ് റേറ്റ് പിടിച്ചു വയ്ക്കുന്നത് കാരണം ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ്റെ 2% ടാർഗറ്റിലേക്ക് എത്തിക്കുക എന്ന് പറയുന്ന ദൗത്യം
വളരെ ഡിലേഡ് ആയിട്ട് പോകുന്നു എന്ന് വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് പറയുന്നുണ്ട്. ദിസ് ഈസ് കോസിങ് എ ഗ്രേറ്റ് എക്കണോമിക് പെയിൻ ടു ദ അമേരിക്കൻ പബ്ലിക്കിന് വിലക്കയറ്റം കാരണം വലിയ ബുദ്ധിമുട്ടിലാണ് എന്നുള്ളത്. അതുമാത്രമല്ല ഈ ബെത്ത് ഒരു കാര്യം കൂടെ കോൺസെൻട്രേറ്റ് ചെയ്ത് പറയുന്നു. ഇപ്പോഴത്തെ ഇൻട്രസ്റ്റ് റേറ്റ് ആയിട്ടുള്ള 3.5% to 3.75% ഇൻട്രസ്റ്റ് റേറ്റ് ഇൻ US അത് വലിയ കൂടുതലൊന്നും അല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത്. അദ്ദേഹം പറയുന്നത് 3.75% എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കണ്ടീഷനിൽ ലോ ആണ്. ഇത് അതായത് ഒരുപാട് ഇൻവെസ്റ്റ്മെൻറ്റ്സ് എയുടെ കാര്യത്തിലൊക്കെ വരുന്നുണ്ട്. അത്രയും മാത്രം GDP ഗ്രോ ചെയ്യുന്ന സമയത്ത് ഈ ഒരു 3.75 എന്ന് പറയുന്ന ഇൻട്രസ്റ്റ് റേറ്റ് വളരെ കൂടുതലല്ല എന്നുള്ള രീതിയിലാണ് പറയുന്നത് എന്നുള്ളത്. അപ്പം ഈ നമ്മൾ ബെത്ത് ഹാമക്കിൻ്റെ വാക്കുകൾ സൂചിപ്പിക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു വണ്ടിയുടെ ആക്സിലേറ്റർ പോലെയാണെന്ന് വിചാരിക്കുക. നമ്മൾ ഇൻട്രസ്റ്റ് റേറ്റ് എന്ന് പറയുന്നത് ഒരു ബ്രേക്ക് പോലെയാണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുക എന്ന് പറഞ്ഞാൽ ഈ ബ്രേക്ക് ഇങ്ങനെ നമ്മൾ ഞെക്കുക എന്ന് പോലെ ആണെങ്കിൽ ഈ ബെത്ത് ഹാമക്കിൻ്റെ വാക്കുകളിൽ നിന്ന് മനസ്സിലാവുന്നത് അവർ ബ്രേക്ക് ചവിട്ടണം എന്നല്ല പറയുന്നത്. അവർ പറയുന്നത് ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കണം എന്നുള്ളത്. അതായത് ഫസ്റ്റ് സ്റ്റെപ്പ് ബിഫോർ അപ്ലൈയിങ് ബ്രേക്ക്. അതായത് ഗ്രോത്തിനെ ഒന്ന് തകർക്കാതെ, ഗ്രോത്തിനെ ഒന്ന് ടിൽറ്റ് ചെയ്യാതെ, ഗ്രോത്തിനെ ഒന്ന് കുറയ്ക്കാതെ തന്നെ ആക്സിലേറ്ററിൽ നിന്ന് കാലെടുത്താൽ, അതായത് ബ്രേക്ക് ചവിട്ടുമ്പോഴാണ് ഗ്രോത്തിന് ഇമ്പാക്റ്റ് വരുന്നത്. ഇത് നമ്മൾ ബ്രേക്ക് ചവിട്ടുന്നില്ല, പകരം ആക്സിലേറ്ററിൽ നിന്ന് കാലെടുക്കുമ്പോൾ ഗ്രോത്തിന് പ്രോബ്ലം ഇല്ലാതെ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. 3.75% എന്ന് പറഞ്ഞാൽ വലിയ ഇൻട്രസ്റ്റ് റേറ്റ് അല്ല. കോർപ്പറേറ്റ്സുകളുടെ അടുത്ത് സംസാരിച്ചപ്പോൾ അവർക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ല. ഫണ്ട് റേസിംഗ് ഒക്കെ തകൃതിയായിട്ട് നടക്കുന്നുണ്ട്. പക്ഷേ ഇൻഫ്ലേഷൻ 2%ലേക്ക് കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ നമ്മൾ 25 ബേസിസ് പോയിൻറ്റ്സ് വൺ ടൈം മാത്രം കൂട്ടിയാൽ പോരാ. ഒന്നില്ലെങ്കിൽ 25 ബേസിസ് പോയിൻറ്റ്സിൻ്റെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഗ്രേഡഡ് ആയിട്ടുള്ള ഹൈക്ക്, അല്ലെങ്കിൽ ഒരു ഒറ്റ അടിക്ക് 50 to 75 ബേസിസ് പോയിൻറ്റ്സ് കൊണ്ടുവരണം എന്ന് പറഞ്ഞത് വലിയൊരു ഹെഡ്ലൈൻ ആണ്. നമ്മളിവിടെ പല രീതിയിലും സംസാരിക്കുന്നില്ല എന്നേ ഉള്ളൂ. ബട്ട് ബെത്ത് എന്ന് പറയുന്ന ഈ ആൾ മാത്രമല്ല കേട്ടോ ഇതിനെ അഡ്വക്കേറ്റ് ചെയ്തത്. നമുക്കറിയാലോ, ഈ പറയുന്ന പോലെ ജൂലൈ ഫെഡ് മീറ്റിങ്ങിന് നമ്മൾ നേരത്തെ മെൻഷൻ ചെയ്യുകയും ചെയ്തു, 3 ഫെഡ് പ്രസിഡൻസ് ഈ പറയുന്ന പോലെ ഈ റേറ്റ് ഹൈക്ക് വേണം എന്ന് വാദിച്ചവരുണ്ട്, ഹോക്കിഷ് സ്റ്റാൻഡ് എടുത്തവരുണ്ട്. ഒന്നെന്ന് പറയുന്നത് നീൽ കഷ്കാരി, മിനിയാപോളിസിൻ്റെ ഫെഡ് ഹെഡ്, ലോറി ലോഗാൻ, ഡാലസിൻ്റെ ഫെഡ് ഹെഡ്, ജെഫ് ഷ്മിഡ്, കാൻസസ് സിറ്റിയുടെ ഫെഡ് ഹെഡ്. ഇവർ 3 പേരും ശരിക്കും പറഞ്ഞാൽ ഈ പറയുന്ന പോലെ ജൂലൈ മീറ്റിങ്ങിൽ ഹൈക്ക് വേണം എന്ന് വാദിച്ചവരാണ്. ഇൻഫാക്റ്റ് നമ്മൾ ഈ ജൂലൈ FOMC മീറ്റിങ്ങിൽ 9:3 സ്പ്ലിറ്റിലാണ് വോട്ട് വന്നത്. ആ 9:3 എന്ന് പറഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു 2016 ശേഷമാണ് ഇത്രയും വലിയൊരു ഡിസെൻറ്റ് നോട്ട്, അതായത് ഒരു ഹോക്കിഷ് ഡിസെൻറ്റ് ഇൻ ദ സെയിം ഡയറക്ഷൻ വരുന്നത് 2000 ഇത്രയും പേര്, അതായത് 3 പേര് എതിർത്ത് വോട്ട് ചെയ്യാന്ന് പറഞ്ഞാൽ 2016 ശേഷം ആദ്യമായിട്ടാണ്. അതായത് 3 പേര് മുന്നോട്ട് വന്നേക്കുന്നു. ദാറ്റ് ഈസ് എ ബിഗ് എന്താ പറയുക വോട്ടിംഗ് പെർസെൻറ്റേജ് ആസ് ഫോർ ആസ് ഡിസെൻറ്റ് ഇൻ വൺ ഡയറക്ഷൻ ഈസ് കൺസേൺഡ് എന്നുള്ള രീതിയിലും കൂടെ പറയുന്നു എന്ന്. അപ്പം നമ്മളെ സംബന്ധിച്ച് ഫെഡിൽ ഒരു റേറ്റ് ഹൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ, US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ഉണ്ടാവുകയാണെങ്കിൽ എന്താണ് ഇവിടെയുള്ള പ്രോബ്ലം, ഇന്ത്യൻ മാർക്കറ്റിലുള്ള പ്രോബ്ലം? ഓഫ് കോഴ്സ് നമ്മൾ ഇത് ആദ്യം തന്നെ ഫെഡ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ ആദ്യം തന്നെ അത് അടിക്കാൻ പോകുന്നത് US എക്കണോമിയും US സ്റ്റോക്ക് മാർക്കറ്റിനെയാണ്. നമുക്കറിയാലോ, ഇപ്പോൾ അമേരിക്കയുടെ GDP സ്പെൻഡിങ്ങിൻ്റെ നല്ലൊരു വിഭാഗം തന്നെ AI സ്പെൻഡിങ് ആണ്. ആ AI സ്പെൻഡ് ചെയ്യുന്ന കമ്പനികൾ വലിയ രീതിയിലുള്ള ഡെപ്റ്റ് എടുത്താണ് മുന്നോട്ട് പോകുന്നത്. ആ ഡെപ്റ്റ് എന്ന് പറയുന്നത് ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഒരു കൂപ്പൺ പ്രോമിസ് ചെയ്തിട്ടാണ്, ഒരു ഈൽഡ് പ്രോമിസ് ചെയ്തിട്ടാണ് മുന്നോട്ട് പോകണമെന്നുള്ളത്. നമ്മൾ പറഞ്ഞു പലപ്പോഴായിട്ടും ഈ AI CAPEXന് വേണ്ടി മാത്രം $2.5 trillion മുതൽ $5 trillion വരെയുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു എന്ന്. ഹൈപ്പർ സ്കെയിലേഴ്സ് മാത്രം, അതായത് ഡേറ്റാ സെൻറ്റേഴ്സ് ഇടുന്ന കമ്പനികൾ മാത്രം നമ്മൾ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് $750 billion ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നു. ഇത്രയും ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിട്ടും വേണ്ട രീതിയിൽ റിട്ടേൺ കിട്ടുന്നില്ല. ഷെൽ കമ്പനി മുഖാന്തരമാണ് ഇവർ ചെയ്യുന്നത്, സർക്കുലർ ട്രേഡിംഗ് ആണ്, ഇങ്ങനെ കുറേ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഇങ്ങനെയൊക്കെ പറഞ്ഞത് എന്താ, അമേരിക്കയുടെ ഡെപ്റ്റ് ഭയങ്കര രീതിയിൽ കൂടി വരുന്നു, എന്നാൽ അതിനനുസരിച്ച് ഒരു റിട്ടേൺ ഓൺ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നില്ല. അപ്പോൾ ഇത്രയും ഡെപ്റ്റ് എടുത്ത് മുന്നോട്ട് പോകുമ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ആവുമ്പോൾ ഈ ബോണ്ടിന് പ്രശ്നമാവും. അപ്പോൾ കോസ്റ്റ് ഓഫ് സർവീസിങ് ഡെപ്റ്റ് അമേരിക്കൻ കമ്പനീസിന് വളരെ പ്രോബ്ലമായിട്ട് വരുമ്പോൾ ഈ ബബിള് പൊട്ടുമോ എന്നുള്ള രീതിയിൽ നമ്മൾ പലപ്പോഴായിട്ട് പറഞ്ഞു. പൊട്ടുകയാണെങ്കിൽ ഇതൊരു എന്താ പറയുക അൺവൈൻഡിങ് ഓഫ് ട്രേഡ് നടക്കും എന്നുള്ളതാണ് നമ്മൾ പേടിക്കുന്നൊരു കാര്യം. രണ്ടാമതൊരു പോയിന്ററും കൂടെ പറഞ്ഞു, ഇതിൻ്റെ ഇടയ്ക്ക്
ചീപ്പറായിട്ടുള്ള AI പ്രോഡക്ട്സ് ആയിട്ട്, അത് ലാർജ് ലാംഗ്വേജ് മോഡലായാലും ശരി, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ അൾട്രാ വയലറ്റ് ലിത്തോഗ്രഫി മെഷീൻസിലാണെങ്കിലും ശരി, മെമ്മറി ചിപ്സിലാണെങ്കിലും ശരി, ചൈന പോലെയുള്ള കമ്പനികൾ ഡിസ്റപ്റ്റീവ് ആയിട്ടുള്ള പ്രോഡക്റ്റും കൂടെ ഇറക്കുകയാണെങ്കിൽ US എക്കണോമിക്ക് ഇത് വളരെ ഹിറ്റായിട്ട് വരും. സബ്സിക്വൻ്റ്ലി ദാറ്റ് വിൽ ഹിറ്റ് US മാർക്കറ്റ്സ് ആൻഡ് US മാർക്കറ്റ് വിൽ കം ഡൗൺ എന്നുള്ളത് വലിയൊരു ത്രെട്ടായിട്ട് അവിടെ തന്നെ നിൽക്കുന്നു. പക്ഷേ ഞാൻ അതൊന്നും പറയുന്നില്ല. ഇന്ന് ഫെഡ് റേറ്റ് ഹൈക്ക് ചെയ്താൽ, ഈ ഫെഡ് റേറ്റ് ഹൈക്ക് ചെയ്യുമ്പോൾ ഒരു പ്രശ്നം എന്താണെന്നറിയോ, ഗ്ലോബൽ ലിക്വിഡിറ്റി എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുന്നുള്ളതാണ് ഇമ്പോർട്ടൻറ്റ്. ആ ഗ്ലോബൽ ലിക്വിഡിറ്റി ഷിഫ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെയാണ് ഇന്ത്യൻ മാർക്കറ്റും ഇന്ത്യൻ എക്കണോമിയും ഇന്ത്യൻ സ്റ്റോക്സ് പെർഫോം ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക എന്നുള്ളത്. നമുക്ക് നോക്കാം. ഇപ്പോൾ US ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്താ പറ്റുന്നത്? ലോകത്ത് റിസ്ക് ഫ്രീ ആയിട്ടുള്ള ഈൽഡ് ഓൺ US ട്രഷറി ബോണ്ട്സ് ഇൻക്രീസ് ചെയ്യും. അതായത് ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ ഗവൺമെൻറ്റിൻ്റെ ബോണ്ടിലുള്ള ആ ഇൻട്രസ്റ്റ്, അതിനെ നമ്മൾ ഒരു റിസ്ക് ഫ്രീ ഈൽഡ് എന്നാണ് പറയുന്നത്, അത് ഭയങ്കരമായിട്ട് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ എന്ത് ചെയ്യും? ലോകമെമ്പാടും ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്ന നമ്മൾ ചെല്ലപ്പേരിട്ട് വിളിക്കുന്ന FIIs അല്ലെങ്കിൽ FPIs എന്ന് പറയുന്നവർ അവരുടെ ഈ റിസ്ക് റിവാർഡ് റേഷ്യോ ഒന്ന് റീകാൽക്കുലേറ്റ് ചെയ്യും. അവരാലോചിക്കുന്ന കാര്യം വെച്ചാൽ പല രാജ്യങ്ങളിലെ സ്റ്റോക്ക് മാർക്കറ്റിലേക്കും ബോണ്ട് മാർക്കറ്റിലേക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ആ രാജ്യങ്ങളിലേക്ക് കറൻസിക്ക് ഒരുപാട് രീതിയിലുള്ള റിസ്ക് ഉണ്ട്. അപ്പോൾ US ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് ചെയ്യുകയാണെങ്കിൽ എന്ത് പറ്റും? ഇവരുടെയൊക്കെ കറൻസിക്ക് പ്രോബ്ലം വരും. നമുക്ക് ഇവിടെ വലിയ രീതിയിലുള്ള റിട്ടേൺ കിട്ടുക എന്ന് പറയുന്നത് റിസ്ക്കാണ്. അതുകൊണ്ട് ആ പൈസ എമർജിങ് മാർക്കറ്റ്സ് അല്ലെങ്കിൽ മറ്റുള്ള മാർക്കറ്റിൽ നിന്ന് എടുത്ത് തിരിച്ച് റിസ്ക് ഫ്രീ ഈൽഡ് തരുന്ന നമ്മുടേതായിട്ടുള്ള US ഗവൺമെൻറ്റിൻ്റെ ബോണ്ടിൽ തന്നെ ഇൻവെസ്റ്റ് ചെയ്തൂടെ എന്ന് ഒരു പക്ഷേ FIIസും FPIസും ആലോചിച്ചേക്കാം എന്നുള്ളതാണ്. അതായത് റിസ്ക് ഫ്രീ റിട്ടേൺ കിട്ടുമ്പോൾ അവരെന്ത് ചെയ്യും? അവർ ഇന്ത്യൻ മാർക്കറ്റിലെ, ഞാൻ ഇന്ത്യൻ മാർക്കറ്റ് മാത്രം എക്സാമ്പിൾ പറയുന്നു, പല എമർജിങ് മാർക്കറ്റും ഉണ്ട്, അല്ലെങ്കിൽ പല ഗ്ലോബൽ മാർക്കറ്റ്സും ഉണ്ട്. ബട്ട് global money will certainly roll back from Indian asset എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇന്ത്യൻ അസറ്റ്സിനെ സെല്ല് ചെയ്ത് FIIs പൈസ എടുക്കുമ്പോൾ ഏത് രീതിയിലാണ് എടുക്കുന്നത്? അവരിവിടെ അസറ്റ് വിറ്റിട്ട് അത് ഡോളറാക്കി ഡോളർ എടുത്തോട്ട് പോകുമ്പോൾ ഇന്ത്യക്കകത്ത് ഡോളറിൻ്റെ ഡിമാൻഡ് കൂടും. സപ്ലൈ കുറവാണെങ്കിൽ ഡോളർ സ്ട്രെങ്തൻ ചെയ്യും. അതായത് USD INR പെയർ എക്സ്ചേഞ്ച് റേറ്റ് ഭേദപ്പെട്ട രീതിയിൽ ഉയരും. റുപ്പി ഡിപ്രിഷ്യേറ്റ് ചെയ്യും. ഇവരുടെ സെല്ലിങ്ങിൽ ഇവർ ഡോളർ എടുത്ത് പുറത്തോട്ട് കൊണ്ടുപോവുകയാണെങ്കിൽ ഈ റുപ്പി ഡിപ്രിഷ്യേറ്റിംഗ് കൂടെ ചെയ്താൽ ഒരു സെക്കൻഡ് ഓർഡർ എഫക്റ്റും കൂടെ വരും. സെക്കൻഡ് ഓർഡർ എഫക്റ്റ് വരിക എന്ന് വെച്ചാൽ മറ്റുള്ള FIIs ഉണ്ടല്ലോ, ഈ സെല്ല് ചെയ്യാത്ത FIIs നോക്കുമ്പോൾ അവർക്ക് ശരിക്കും പറഞ്ഞാൽ ഈ കറൻസി കാരണം ഉണ്ടാവുന്ന ഒരു ലോസും കൂടെയുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ റുപ്പി വീഴുകയാണ്, ഡോളർ സ്ട്രെങ്തൻ ചെയ്യുകയാണ് ഇന്ത്യയിൽ എന്നറിയുമ്പോൾ ആ സെക്കൻഡ് ഓർഡർ ഓഫ് സെല്ലിംഗ് മറ്റുള്ള FIIസും FPIസും കൂടെ ഒരു സെക്കൻഡ് റൗണ്ട് സെല്ലിങ്ങും കൂടെ ചെയ്ത് മാർക്കറ്റിൽ നിന്നും പൈസ എടുത്തുകൊണ്ട് പോവാം. അതായത് ദേ വിൽ ബി ഫോഴ്സ്ഡ് ടു സെൽ മോർ, അതായത് ദേ വിൽ ബി പ്രഷറൈസ്ഡ് ടു സെൽ മോർ എന്നുള്ള രീതിയിലേക്ക് വരും എന്നുള്ള. അപ്പോൾ ഇവിടെ അങ്ങനെ സെല്ല് ചെയ്യുമ്പം ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിച്ചേക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. ഇതേപോലെ സംഭവിക്കണമെന്ന് യാതൊരു രീതിയിലല്ല. ബട്ട് ഇവിടെ ഈ പറയുന്ന പോലെ ഫെഡ് ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് എല്ലാ ഡേറ്റാസും സൂചിപ്പിക്കുന്നത് എന്തോ ഒരു മൂവ്മെൻറ്റ് അവിടെ വരാൻ പോകുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ എന്ത് സംഭവിക്കും എന്നുള്ള ഒരു കാര്യം ശ്രദ്ധിക്കാം. ഇന്ത്യയിലെ സ്റ്റോക്കുകളെ നമുക്ക് വൈഡായിട്ട് രണ്ട് രീതിയിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാം. ഒന്നെന്ന് പറയുന്നത് നിഫ്റ്റി കമ്പനീസ്, മറ്റേതെന്ന് പറയുന്നത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനീസ്. ഈ സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിനെ നമുക്ക് ടുഗെദറായിട്ട് സ്മോൾ മിഡ് ക്യാപ് കമ്പനീസ് എന്നുള്ള SMID എന്നുള്ള രീതിയിൽ നമുക്കതിനെ കാറ്റഗറൈസ് ചെയ്യാമെന്ന് വിചാരിക്കാം. ഈ നിഫ്റ്റി 50 തീർച്ചയായിട്ടും നിഫ്റ്റി 50 ഈ പൈസ ഇന്ത്യയിൽ നിന്നും റോൾ ഔട്ട് ചെയ്ത് പുറത്തോട്ട് പോവുകയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റിൽ സെല്ലിംഗ് വരികയാണെങ്കിൽ നിഫ്റ്റിയിലും സെല്ലിംഗ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഈ നിഫ്റ്റിയുടെ സെല്ലിങ്ങിനെ നല്ല രീതിയിൽ കുഷൻ ചെയ്യാൻ മ്യൂച്വൽ ഫണ്ട്സിൻ്റെ കയ്യിൽ പൈസയുണ്ട്. നമ്മൾ ഈ കൊടുക്കുന്ന റീറ്റെയിലേഴ്സിൻ്റെ സിപ്പ് മണിയൊക്കെ മ്യൂച്വൽ ഫണ്ടിൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. ഏതാണ്ട് 3 ലക്ഷം കോടിക്ക് ഏതാണ്ട് FIIസും FPIസും വിൽക്കുമ്പോൾ അത് ഇപ്പുറത്ത് സബ്സിക്വൻ്റ്ലി 2026 മേടിച്ചത് 5 ലക്ഷത്തിന് മുകളിൽ ഇൻവെസ്റ്റ് ചെയ്ത ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ആണെന്നുള്ള. അപ്പോൾ ചിലപ്പോൾ നിഫ്റ്റിയിൽ ഈ പറയുന്ന പോലെ ഈ പറയുന്ന സെല്ലിംഗ് ചിലപ്പം മ്യൂച്വൽ ഫണ്ടുകൾ അബ്സോർബ് ചെയ്യാം. അതുമാത്രമല്ല നിഫ്റ്റിയിലെ മെയിൻ കമ്പോണൻസ് ആയിട്ടുള്ള വലിയ വെയിറ്റേജുള്ള റിലയൻസ്, IT കമ്പനീസ്, പ്രൈവറ്റ് ബാങ്ക്സ്
വലിയ രീതിയിൽ കയറ്റം സംഭവിച്ചില്ല. അപ്പോൾ ഓൾറെഡി അതൊരു അണ്ടർ വാല്യൂഡ് ആയിട്ടുള്ള സിറ്റുവേഷനിൽ നിൽക്കുന്നുണ്ട്. അവിടെ വലിയ സെല്ലിംഗ് നടക്കുമെന്ന് എനിക്കറിയില്ല. എന്നാൽ സെല്ലിംഗ് വന്നാൽ അബ്സോർബ് ചെയ്യാവുന്ന ഡൊമസ്റ്റിക് മണിയും സിസ്റ്റത്തിലുണ്ട്. മൂന്നാമത് സെല്ലിംഗ് വരൂല എന്ന് പറയാൻ പറ്റില്ല, സെല്ലിംഗ് വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഇൻഡെക്സിൽ നടക്കാവുന്ന കാര്യങ്ങൾ. നമുക്ക് ഇൻഡെക്സ് മാറ്റിവെക്കാം. നമുക്ക് മിഡ് സ്പേസിലേക്ക് വരാം, സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസ്. അവിടെയാണ് ഈ പറയുന്ന പോലെ നമുക്കൊരു പ്രശ്നം വരുന്നത് എന്നുള്ളത്. അതായത് നമ്മുടെ അവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടി ഇവിടുന്ന് FIIs വിറ്റ് പൈസ ഡോളറിലാക്കി കൺവേർട്ട് ചെയ്ത് പോകുമ്പം ഡോളറിൻ്റെ ഡിമാൻഡ് ഇന്ത്യയിൽ കൂടും. അപ്പോൾ ഡോളർ അപ്രിഷിയേറ്റ് ചെയ്യും, റുപ്പി ഡിപ്രിഷിയേറ്റ് ചെയ്യും. അപ്പോൾ ഇവിടെ RBIക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ? ഇല്ല. RBIയെ സംബന്ധിച്ച് എന്ത് ചെയ്യണം? റുപ്പിയെ ഡിഫെൻഡ് ചെയ്യാനായിട്ട് ഇറങ്ങണം. റുപ്പി ഡിഫെൻഡ് ചെയ്യും. പിന്നെ ഇൻഫ്ലേഷൻ്റെ ചില കൺസിഡറേഷനും ഇൻഫ്ലേഷൻ്റെ ഒരു ചെറിയ മണങ്ങളൊക്കെ അവിടെ എവിടെയൊക്കെ ഉണ്ടെന്നുള്ളത്. അപ്പോൾ RBI സ്റ്റെപ്പ് ഇൻ ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഈ ഫെഡിൻ്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയുടെ ഇൻട്രസ്റ്റ് റേറ്റിനേക്കാളും കൂടുന്നതുകൊണ്ടാണല്ലോ പൈസ പോകുന്നത്. അപ്പോൾ ഈ റുപ്പിയെ ഒന്ന് ഡിഫെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ ഈൽഡ് ഒന്ന് റൈസ് ചെയ്യിപ്പിക്കാൻ വേണ്ടി ചിലപ്പോൾ RBI ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാം ടു മാച്ച് വിത്ത് ദ ഫെഡ് റേറ്റ്സ് ഇൻ US. അപ്പം ഈ പൈസ ഇവിടെ തന്നെ ഇവിടുത്തെ ബോണ്ടുകളിൽ കയറിക്കോട്ടെ, FIIs വിറ്റ് പോണ്ട എന്നുള്ള രീതിയിലേക്ക് ഒരു മെഷറിൽ ഒരു മെഷറായിട്ടുള്ള ഇവിടെ ചിലപ്പോൾ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അങ്ങനെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? കാര്യം ഗവൺമെൻറ്റിനെ സംബന്ധിച്ചും RBIയെ സംബന്ധിച്ചും ഫോറിൻ പൈസ, അതായത് ഡോളർ പുറത്തോട്ട് പോവാതിരിക്കുക എന്നുള്ള, അതിൽ ബോണ്ടിനെ എഫക്റ്റ് ചെയ്യുമോ ഇക്വിറ്റീസിനെ എഫക്റ്റ് ചെയ്യുമോ ഗോൾഡിനെ എഫക്റ്റ് ചെയ്യുമോ എന്നല്ല. അവരെ സംബന്ധിച്ച് എക്കണോമിയെ റെസ്ട്രിക്റ്റ് ചെയ്യുക എന്നുള്ള. ക്യാപിറ്റൽ മാർക്കറ്റും ബോണ്ട് മാർക്കറ്റും ഒക്കെ ഇൻ്റഗ്രലാണ്. പക്ഷേ അവരെ സംബന്ധിച്ച് എക്കണോമി ഇൻഫ്ലേഷൻ ആയിരിക്കും RBIയുടെ പ്രൈമറി ടാർഗറ്റും ഫോക്കസും. അതുകൊണ്ട് അവർ ഇക്വിറ്റി മാർക്കറ്റ് താഴെ വീഴുന്നോ നോക്കില്ല. അപ്പോൾ അവർ വേണമെങ്കിൽ ചിലപ്പോൾ ഇവിടെ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടിയേക്കാം. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമ്പോൾ എന്ത് പറ്റും? മിഡ് സ്പേസ്, അതായത് സ്മോൾ ആൻഡ് മിഡ് ക്യാപ് സ്പേസ് കമ്പനികൾ, ഒരുപാട് കമ്പനികൾ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തി മുന്നോട്ട് പോയിരിക്കുന്നത് ഡെപ്റ്റ് റേസ് ചെയ്തിട്ടാണ്. അപ്പോൾ അവരുടെ കോസ്റ്റ് ഓഫ് ഡെപ്റ്റ് ആൻഡ് കോസ്റ്റ് ഓഫ് സർവീസിങ് ഡെപ്റ്റ് വിൽ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? മാർജിൻ സ്ക്വീസ് ചെയ്യും. അപ്പോൾ ഏർണിങ്സിന് EPS താഴേക്ക് വരും. PE ഡീറേറ്റിംഗ് താഴോട്ട് വരണമെങ്കിൽ സ്റ്റോക്ക് പ്രൈസസ് താഴേക്ക് വരണം എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ റിസ്ക് എന്നുള്ളത് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, ഈ മിഡ് ക്യാപ് സ്മോൾ ക്യാപ് ഇന്ത്യയിൽ ലോ ഇക്വിറ്റി ബേസ് ആണ്. അതായത് ടോട്ടൽ നമ്പർ ഓഫ് ഷെയർസ് ഓഫ് ദാറ്റ് കമ്പനി ഈസ് വെരി സ്മോൾ. അതിൽ തന്നെ ഈ പ്രൊമോട്ടറിൻ്റെ ഹോൾഡിംഗ് എന്ന് പറഞ്ഞാൽ 50%, 60%, 75% ഹോൾഡിംഗ് നിൽക്കുമ്പോൾ ഈ ഫ്രീ ഫ്ലോട്ട് എന്ന് പറയുന്നത്, അതായത് ഒരു ദിവസം ട്രേഡ് ചെയ്യുന്ന, അതായത് ഈ പ്രൊമോട്ടറിൻ്റെ ഒന്നും ഡെയിലി ട്രേഡ് ചെയ്യുന്ന ഇക്വിറ്റി അല്ലല്ലോ, അത് മാറ്റി വെച്ചിട്ട് നമ്മൾ ഡെയിലി നമ്മൾ കാണുന്ന ആ വോളിയം, ആ ട്രേഡിംഗ് വോളിയം വളരെ കുറവായിട്ടുള്ള കൗണ്ടേഴ്സിൽ FIIs ഉണ്ട് എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ലാർജ് ഇൻവെസ്റ്റർ എന്നുണ്ടെങ്കിൽ അവർ വലിച്ചെറിഞ്ഞ് സെല്ല് ചെയ്യും. 10 തൊട്ട് 20, 25%. അതായത് നമ്മൾ കണ്ടിട്ടില്ലേ, മിഡ് ക്യാപ്പിലും സ്മോൾ ക്യാപ്പിലും വീഴുന്ന വീഴ്ച നിഫ്റ്റി കമ്പനിയിൽ വീഴും പോലെ അല്ല. ലിക്വിഡിറ്റി കുറവായതുകൊണ്ട് ഡിമാൻഡ് വളരെ ലോയിലാണ് കിടക്കുന്നതെങ്കിൽ ആ പ്രൈസിന് വരെ സെല്ല് ചെയ്തിട്ട് എക്സിറ്റ് എടുക്കാൻ FIIs FPIs നോക്കുകയാണെങ്കിൽ സ്റ്റോക്ക് പ്രൈസ് നന്നേ രീതിയിൽ താഴേക്ക് വന്നേക്കാം എന്നുള്ള രീതിയിലാണ് വരുന്നത്. അത് രണ്ടാമത്തെ റിസ്ക്. മൂന്നാമത്തെ റിസ്ക് എന്താ? സ്മിഡിൻ്റെ വാല്യുവേഷൻ, സ്മോൾ ആൻഡ് മിഡ് ക്യാപ് കമ്പനീസിൻ്റെ വാല്യുവേഷൻ അത്ര സുഖകരമല്ല എന്നുള്ളതാണ് മനസ്സിലാവുന്നത്. അപ്പോൾ ഇതിൽ മൂന്നാമത്തെ കാര്യം സ്മോൾ ആൻഡ് മിഡ് ക്യാപ്പിൻ്റെ വാല്യുവേഷൻ. ബാക്കിയെല്ലാം നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഈ വാല്യുവേഷൻ എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഓപ്പണിംഗ് അവേഴ്സിൽ വളരെ ക്ലിയർ ആയിട്ട് നോക്കുന്നൊരു കാര്യം. ഈ സ്മിഡിൻ്റെ വാല്യുവേഷൻ്റെ കാര്യത്തിൽ ഞാൻ 2-3 ഒബ്സർവേഷൻസ് പറയാം. ഇതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള റീഡിംഗ് ആണ്. ഞാൻ തെറ്റാനുള്ള എല്ലാ സാധ്യതകളുണ്ട്. എന്നെ വിശ്വസിക്കുകയും ചെയ്യരുത്. ബട്ട് എൻ്റെ ഒബ്സർവേഷൻ നിങ്ങളുടെ മുന്നിൽ നിരത്തുക എന്നുള്ളത് എൻ്റെ ഡ്യൂട്ടി, റാദർ ആൻ ഓബ്ലിഗേഷൻ എന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് പ്രസൻറ്റ് ചെയ്യുന്നു എന്നുള്ളൂ. അത് നമ്മൾ ഈ മിഡ് ക്യാപ് 100, സ്മോൾ ക്യാപ് 100 അതൊക്കെ മാറ്റി വെച്ചിട്ട് നമ്മൾ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 എന്ന് പറയുന്നൊരു കണക്കെടുക്കാം. നിഫ്റ്റി സ്മോൾ ക്യാപ് 250 എവറി ടൈം അതിൻ്റെ ചരിത്രത്തിൽ 32 PEക്ക് മുകളിൽ പോവുകയാണെങ്കിൽ നിഫ്റ്റി സ്മോൾ ക്യാപ് 250 32 PE മുകളിൽ പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് സെല്ലിംഗ് വരാറുണ്ട് ടു ദ ട്യൂൺ ഓഫ് ഹൗ മച്ച്? ഏതാണ്ട് 10 to 25% താഴെ വരാറുണ്ട് എന്നുള്ളതാണ് ഇതുവരെയുള്ള ഹിസ്റ്ററി നമ്മളോട് പറയുന്നത്. അത് ചിലപ്പോൾ ഇപ്പോൾ വരണമെന്നില്ല, വളരെ ഡിലേഡ് ആയിട്ട് വരാം. ചിലപ്പോൾ അടുത്ത മാസം വരാം, ഇപ്പോൾ വരാം, 5 മാസം കഴിഞ്ഞ് വരാം, 10 മാസത്തിനുള്ളിൽ വരാം. ചിലപ്പോൾ 5 മാസം തൊട്ട് 10 മാസം വരെ അത് താഴേക്ക് പോകാം, അല്ലെങ്കിൽ താഴെ തന്നെ ലോവർ ലെവലിൽ കൺസോൾഡേറ്റ് ചെയ്യാം. ഇതിനൊന്നും എക്സാക്ട് കണക്കൊന്നുമില്ല. ജസ്റ്റ് ഹിസ്റ്ററി ജസ്റ്റ് റൈംസ്, ഇറ്റ് ഡസൻ റിപ്പീറ്റ്. അപ്പം 32 PEക്ക് മുകളിൽ പോവുകയാണെങ്കിൽ, അതും നിഫ്റ്റി സ്മോൾ ക്യാപ് 250 പോവുകയാണെങ്കിൽ പലപ്പോഴായിട്ട് കറക്ഷൻ വന്നിട്ടുണ്ട് എന്നുള്ള. ഇപ്പോൾ എത്രയാണ് PE റീഡ് ചെയ്യണത്? 34 to 35.
വിച്ച് ഈസ് ഹയർ ദാൻ ദ ഹിസ്റ്റോറിക്കൽ ലെവൽ ഓഫ് 32 എന്നുള്ളത് ഒന്നാമത്തെ പോയിന്റ്. രണ്ടാമത്തെ ഈ കുറച്ച് കാര്യങ്ങൾ നമുക്ക് നോക്കാം. അതായത് ഇതിനകത്ത് നമ്മുടെ ഈ നിഫ്റ്റിയും സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും പീക്ക് ചെയ്ത ഒരു പീരീഡ് നമുക്ക് നോക്കാം. നമുക്ക് 2024 സെപ്റ്റംബർ മുതലാണല്ലോ ഇന്ത്യൻ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വന്നത്. ആ സമയത്ത് നിഫ്റ്റി 50 അന്ന് മുതൽ ഇന്നേ വരയ്ക്കും കറക്റ്റ് ചെയ്തത് -6.5% ആണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് കറക്റ്റ് ചെയ്തിരിക്കുന്നത് നിഫ്റ്റി മിഡ് ക്യാപ്പ് പ്ലസ് ആണ്. 2024 സെപ്റ്റംബർ പീക്ക് മുതൽ നമ്മൾ ഇന്നേ വരെ നോക്കുമ്പോൾ നിഫ്റ്റി എന്ന് പറയുന്നത് ഇപ്പോഴും മൈനസാണ് 6.5%, ബട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ഈസ് അപ്പ് ബൈ +4.17%, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഈസ് അപ്പ് ബൈ +1.16%. അപ്പോൾ 2024 പീക്ക് മുതൽ സെപ്റ്റംബർ പീക്ക് മുതൽ ഇന്നേ വരയ്ക്കും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ആൻഡ് നിഫ്റ്റി മിഡ് ക്യാപ്പ് ഈസ് ട്രേഡിംഗ് ഹയർ എന്നുള്ള ഫിഗറിലേക്ക് പോവാം. ഇനി ഈ കലണ്ടർ ഇയർ 2026 മാത്രം കണക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെയും നിഫ്റ്റി 50 ഏതാണ്ട് -6% മുകളിൽ ഡൗൺ ആണ്. എന്നാൽ നിഫ്റ്റി മിഡ് ക്യാപ്പ് +4.9% ആണ് ഈ കൊല്ലം. നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 12.16% അപ്പാണ് എന്നുള്ള. ഇനി ഈ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ്, അതായത് ഫെബ്രുവരി 27-28 ആ മാസം അവസാനത്തിലാണ് ഈ വെസ്റ്റ് ഏഷ്യ കോൺഫ്ലിക്റ്റ് വരെ. അവിടെ മുതൽ നമ്മൾ നിഫ്റ്റി നോക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഇൻഡിസസ് നോക്കുകയാണെങ്കിൽ നിഫ്റ്റി അവിടെ നിന്ന് നല്ല രീതിയിൽ ഒരു പുൾ ബാക്ക് നടത്തി 10.03% അപ്പാണ്. ബട്ട് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100 ആ കോൺഫ്ലിക്റ്റ് ടൈമിൽ നിന്നും 20% മുകളിൽ പ്ലസ് ആയിട്ടാണ് ട്രേഡ് ചെയ്യുന്നത്. എന്നാൽ നിഫ്റ്റി സ്മോൾ ക്യാപ്പ് ഇൻഡെക്സ് 31 ടൈംസ് മുകളിലാണ്, 31% മുകളിലാണ്. അതായത് ഏത് പീരീഡ് നമ്മൾ എടുത്താലും നിഫ്റ്റി 50യെക്കാട്ടിലും സൂപ്പർ നാച്ചുറൽ ആയിട്ടുള്ള റിട്ടേൺ തന്ന ഇൻഡെക്സ് ആണ് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100, നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 എന്നുള്ള വളരെ ക്ലിയർ ആയിട്ട് ഞാനൊന്ന് പറയുന്നു എന്നുള്ളതാണ്. പിന്നെ ഇനി രണ്ട് കാര്യങ്ങൾ പറഞ്ഞു. ഇനി മൂന്നാമത്തെ നമുക്കൊരു ഡേറ്റ നോക്കാം. ഈ RSI ഡൈവേർജൻസ്, RSI എന്ന് പറഞ്ഞാൽ റിലേറ്റീവ് സ്ട്രെങ്ത് ഇൻഡെക്സ്, അതിൻ്റെ ഒരു ഡൈവേർജൻസ്. ഞാൻ അതിൻ്റെ ഡീപ്പായിട്ടുള്ള ഈ റെഗുലർ ആയിട്ടുള്ള ഡൈവേർജൻസ്, ഹിഡൻ ഡൈവേർജൻസ് ഒന്നും പറയുന്നില്ല. സാധാരണ പ്രേക്ഷകൻ ഒരു ലേമാന് വേണ്ടിയും കൂടെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് RSI ഡൈവേർജൻസ് എന്താണെന്ന് വെച്ചാൽ, RSI ഡൈവേർജൻസ് എന്ന് പറയുന്ന ആ ഒരു ഇൻഡെക്സ് എന്ന് പറയുന്നത് ഒരു വാർണിംഗ് സിഗ്നലാണ്. അതനുസരിച്ച് നമുക്കൊരു സ്റ്റാൻഡ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ല. അത് വളരെ സിമ്പിളായിട്ട് പറയണമെന്നറിയോ, അതായത് ചില സ്റ്റോക്കുകൾ ഹൈ പൊക്കോണ്ടിരിക്കും, പക്ഷേ അതിൻ്റെ റിലേറ്റീവായിട്ടുള്ള സ്ട്രെങ്ത് വീക്കനായി. അതായത് അത് ഹൈയിലേക്ക് പോകുന്നു, പക്ഷേ അതിനെ ഡ്രൈവ് ചെയ്യുന്ന മൊമെൻറ്റം ഒന്ന് കുറഞ്ഞു വരുന്നു. അതായത് അതേ സ്ട്രെങ്ത്തിലല്ല ഇതിനെ ഹൈ കൊണ്ടുവരുന്നത്. നമ്മൾ പറയില്ലേ, ഒരു സ്റ്റോക്ക് ഹൈ അടിച്ച് പോകുമ്പോൾ അത് വളരെ വലിയ സ്ട്രെങ്ത്തിലാണ് കയറണമെങ്കിൽ അതിന് മൊമെൻറ്റം ഉണ്ട് എന്ന് നമ്മൾ പറയും. എന്നാൽ ഇത് ഹൈ ആവുന്നുണ്ട്, എന്നാൽ അതിന് സ്ട്രെങ്ത് ഇല്ല എന്ന് പറയുമ്പോൾ സ്ട്രെങ്ത് വീക്കൻ ചെയ്തു വരുന്നു എന്നുള്ളതാണ് ഈ RSI ഡൈവേർജൻസ് അല്ലെങ്കിൽ RSI ഡൈവേർജൻസ് സൂചിപ്പിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഏതാണ്ട് ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ പോകും പോലെയാണ്. അതായത് റണ്ണിങ് ഔട്ട് ഓഫ് സ്റ്റീം, അതായത് അതിൻ്റെ ഫോഴ്സ് ഭയങ്കര രീതിയിൽ കുറഞ്ഞിരിക്കുന്നു. നമ്മൾ ഈ കൊടുങ്കാറ്റൊക്കെ തന്നെ അടിക്കുമ്പോൾ പറഞ്ഞിട്ടില്ലേ, ശക്തിയായി വരുമ്പോഴത്തേക്കും അതിൻ്റെ സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നു. സൈക്ലോണിൻ്റെ എന്നൊക്കെ പറയും പോലെ സ്റ്റോക്കുകൾ ഡെയിലി ഹൈ പോകുന്നുണ്ട്, പക്ഷേ അതിലേക്ക് പുഷ് ചെയ്യണ സ്ട്രെങ്ത് ഭയങ്കരമായിട്ട് കുറയുന്നു. അതായത് മൊമെൻറ്റം കുറയുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. അതായത് ആ ബൈയിങ് എൻജിന് ആ ഫ്യൂവല് കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് പ്രത്യേകതയായിട്ട് നമ്മൾ കണ്ടത്. സ്റ്റോക്സ് ആർ മേക്കിംഗ് ഹൈ, ബട്ട് RSI സ്പീഡോമീറ്റർ നോക്കുകയാണെങ്കിൽ മേക്കിംഗ് ലോവർ പീക്ക് എന്നുള്ള രീതിയിലേക്ക് വരുന്നു എന്നുള്ള. അപ്പോൾ ഈ RSI ഡൈവേർജൻസ് നമുക്കൊന്ന് ഈ പല ഇൻഡെക്സിലും നോക്കാം. ഈ നിഫ്റ്റി 50 നമ്മൾ ഡെയിലി നോക്കുകയാണെങ്കിൽ യാതൊരു പ്രോബ്ലത്തിലുള്ള RSI ഡൈവേർജൻസും കാണുന്നില്ല. എന്നാൽ നമ്മൾ ഡെയിലി നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ഉം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100 നോക്കുമ്പോഴും നിഫ്റ്റി 50 പോലെ തന്നെ അവിടെ വലിയ RSIക്ക് ഡൈവേർജൻസ് ഒന്നും നമ്മൾ കാണുന്നില്ല ഓൺ എ ഡെയിലി ബേസിസ്. ഇവിടെയാണ് പലർക്കും റോങ് ഫൂട്ടായി പോണത്. എന്നാൽ നമ്മൾ വീക്ക്ലിയും മന്ത്ലിയും നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ക്ക് വീക്ക്ലിയും മന്ത്ലിയും RSI ഡൈവേർജൻസ് വലിയ രീതിയിലില്ല. എന്നാൽ വീക്ക്ലിയും മന്ത്ലിയും നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ഉം നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100ഉം നല്ല രീതിയിലുള്ള ഡൈവേർജൻസ് ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അതായത് നിഫ്റ്റി മിഡ് ക്യാപ്പ് 100ലും നിഫ്റ്റി സ്മോൾ ക്യാപ്പ് 100ലും സ്റ്റോക്സ് ആർ ഹിറ്റിംഗ് ന്യൂ ഹൈ വിത്തൗട്ട് മൊമെൻറ്റം, വിത്തൗട്ട് സ്ട്രെങ്ത്, വിച്ച് ഈസ് എ വാർണിംഗ് സിഗ്നൽ എന്നുള്ള രീതിയിൽ നമുക്ക് മനസ്സിലാക്കാം. അതായത്
ഇൻഡിസസ് ഒക്കെ പുതിയ ഹൈയിലേക്ക് പോകണം, സ്റ്റോക്സ് ഒക്കെ വളരെ ഓവർ വാല്യൂഡ് റിച്ച് വാല്യൂഷനിലേക്ക് പോകണം. ബട്ട് വോളിയം ഒക്കെ ഡ്രൈ ചെയ്ത് സ്ട്രെങ്ത് വലിയ രീതിയിൽ കുറഞ്ഞ് താഴേക്ക് വരുന്നു, വിച്ച് ഈസ് നോട്ട് എ ഗുഡ് സൈൻ എന്നുള്ളത്. ഇനി നമുക്ക് അടുത്ത ഒരു ഡേറ്റ നോക്കാം, അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത്. അതായത് ഇൻഡെക്സിൻ്റെ മൂവ്മെൻറ്റും മാർക്കറ്റ് ബ്രെഡ്ത്തും തമ്മിലുള്ള ഒരു അനലൈസിങ് നമ്മൾ നോക്കുകയാണെങ്കിൽ എന്താ, അതായത് നമുക്കൊരു കണക്കെടുക്കാം. സ്റ്റോക്സ് മൂവിങ് അബവ് 20 ഡെയിലി മൂവിങ് ആവറേജസ്, 20 DMAക്ക് മുകളിലുള്ള സ്റ്റോക്സ്, അത് ജൂലൈ മാസത്തെയും ഇതുവരെയുള്ള ഓഗസ്റ്റ് കണക്കും വെച്ച് നമുക്ക് ജസ്റ്റ് കമ്പയർ ചെയ്യാം. അതായത് ലാസ്റ്റ് ഒരു മാസം 1.5 മാസമായിട്ട് എന്താ നടക്കുന്നതെന്നുള്ളത്. അതായത് സ്റ്റോക്ക് എബവ് 20 DMA ജൂലൈയിൽ നോക്കുകയാണെങ്കിൽ നിഫ്റ്റി 50ൽ 36 സ്റ്റോക്കാണ് 20 DMAക്ക് മുകളിലുണ്ടായിരുന്നത്. നമ്മൾ ഓഗസ്റ്റ് ടിൽ ഡേറ്റ് നോക്കുകയാണെങ്കിൽ ആ 36 എന്നുള്ളത് 35 സ്റ്റോക്കായിട്ട് കുറഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ്. എന്നാൽ ഇൻഡെക്സ് +0.49% നിഫ്റ്റി 50 അപ്പിൽ മൂവ് ചെയ്തു. എന്നാൽ നമ്മൾ ഇവിടെ വരുമ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ് 100ൽ ജൂലൈയിൽ 20 DMAക്ക് മുകളിൽ പോയ സ്റ്റോക്ക് 79 സ്റ്റോക്കാണ് മുകളിൽ പോയത്. എന്നാൽ ഓഗസ്റ്റിലേക്ക് വന്നപ്പോൾ ഈ 79 കുറഞ്ഞ് 54 കുറഞ്ഞു. അതായത് മാർക്കറ്റ് ബ്രെഡ്ത്ത് കുറയുന്നു, ഇൻഡെക്സ് പുതിയ ഹൈ പോകുന്നു. സ്റ്റോക്ക് ആണെങ്കിൽ നിഫ്റ്റി മിഡ് ക്യാപ് 100ൻ്റെ ഇൻഡെക്സ് ആണല്ലോ 0.54% അപ്പാണ്. അതായത് പണ്ട് 79 കുതിരകളാണ് ഇതിനെ ഡ്രൈവ് ചെയ്തിരുന്നതെങ്കിൽ ഇപ്പം അതിനേക്കാളിലും കൂടുതൽ ഇൻഡെക്സിനെ ഡ്രൈവ് ചെയ്യുന്നുണ്ട്. പക്ഷേ കുറച്ച് കുതിരകൾ മാത്രമേ ഉള്ളൂ, 54 സ്റ്റോക്ക് മാത്രമേ ഉള്ളൂ എന്നുള്ള റീഡിംഗ് ആണ് വരുന്നത്. പിന്നെ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 76 സ്റ്റോക്കാണ് ജൂലൈയിൽ ഇതിനെ മുകളിലോട്ട് വലിച്ചത്. ഇപ്പോഴോ ആ 76 എന്നുള്ളത് ബ്രെഡ്ത്ത് കുറഞ്ഞ് ഏതാണ്ട് 64 സ്റ്റോക്കായി കുറഞ്ഞു. എന്നാൽ ഈ പീരീഡിൽ 2.19% ഈ പറയുന്ന പോലെ നിഫ്റ്റി സ്മോൾ ക്യാപ് 100 കയറി എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു കാര്യം കൂടെ. അപ്പോൾ ഈ ഇൻഡിക്കേഷൻസ് എല്ലാം നോക്കുമ്പോൾ ഇൻഡെക്സിൻ്റെ ബ്രെഡ്ത്തും വലിയ രീതിയിൽ കുറഞ്ഞു വരുന്നു എന്നുള്ള രീതിയിലാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇനി നമുക്ക് വേറൊരു ഡേറ്റയും കൂടെ നോക്കാം. ആ ഡേറ്റ എന്ന് പറഞ്ഞത് നിഫ്റ്റി ടു സ്മോൾ ക്യാപ്, അതായത് സ്മോൾ മിഡ് സ്മിഡിൻ്റെ റേഷ്യോ, നിഫ്റ്റിയും സ്മിഡും തമ്മിലുള്ള റേഷ്യോ വെച്ച് നോക്കുകയാണെങ്കിൽ ഞാൻ അതിനകത്ത് റീഡിങ്ങും കണക്കും ഒന്നും ഞാൻ പറഞ്ഞ് കൺഫ്യൂസ് ചെയ്യുന്നില്ല. ഒരൊറ്റ കാര്യം മാത്രം, അതായത് നിഫ്റ്റി മിഡ് ക്യാപ് 100 ടു നിഫ്റ്റി എന്ന് പറയുന്ന ആ റേഷ്യോ ഡെക്കേഡ് ലോ ആണ്. അതായത് 0.39% ആണെന്നുള്ള. അതുമാത്രമല്ല നിഫ്റ്റി സ്മോൾ ക്യാപ് 100 ടു നിഫ്റ്റി 50 എന്ന് പറയുന്നത് ഫിഗർ ഓഫ് 1.24 ഈസ് ലോവസ്റ്റ് സിൻസ് 2017. ഇൻ ഷോർട്ട്, ഞാൻ ഈ ലാസ്റ്റ് പറഞ്ഞ ഡേറ്റ നിങ്ങൾ മനസ്സിലാക്കേണ്ടതൊന്നുമല്ല. നിഫ്റ്റി 50യെ വച്ച് നോക്കുമ്പോൾ നിഫ്റ്റി സ്മോൾ ക്യാപ്പും മിഡ് ക്യാപ്പും ഹയർ വാല്യുവേഷനിലാണ് ട്രേഡ് ചെയ്യണമെന്ന് നമുക്ക് നിസ്സംശയമായിട്ട് പറയാം എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം. അപ്പോൾ ഇത് സാധാരണ ഇത് വലിയ പ്രശ്നമില്ലാതെ നമുക്ക് മുന്നോട്ട് പോവാം. പക്ഷേ ഇത് കോൺസ്റ്റൻ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടത്തിലാണെങ്കിൽ, ബട്ട് ഇവിടെ കുറേ കാര്യങ്ങൾ വേരിയബിൾസ് ആയിട്ടുണ്ട്. അതാണ് നമ്മുടെ ഇവിടെ പ്രശ്നമായിട്ട് വരുന്നത്. അതായത് ഈ എല്ലാ കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് സ്മിഡിൽ നല്ല രീതിയിലുള്ള വാല്യുവേഷൻ ഹൈ ആണ്. ഏത് എൻവയറോൺമെൻറ്റിൽ ആ എൻവയറോൺമെൻറ്റാണ് ഇവിടെ പ്രശ്നം. ഒന്നെന്ന് പറയുന്നത് ഫെഡിൻ്റെ റേറ്റ് ഹൈക്കിൻ്റെ ഒരു റൂമറും ഡിസ്കഷൻസും നടക്കുന്നു. 2, US-ഉം ഇറാനും തമ്മിലുള്ള യുദ്ധം നീണ്ടു പോകുന്നു. സ്ട്രെയിറ്റ് ഓഫ് ഹോർമുസ് തുറക്കുന്നില്ല. ഷിപ്പിങ്ങിൻ്റെ ചാർജസും ഫ്രൈറ്റ് റേറ്റ്സും കൂടുന്നു. ഇൻഷുറൻസ് പ്രീമിയം, ഓവർസ് പ്രീമിയം ഇൻക്രീസ് ചെയ്യുന്നു. ക്രൂഡ് കുതിക്കുന്നു എന്നുള്ളത് അടുത്തതായിട്ടുള്ള ഒരു ഹെഡ്വിൻഡ്. ഞാൻ ഇപ്പോഴും പ്രതീക്ഷിക്കുന്നത് നമ്മളിതെല്ലാം തീർന്നു എന്ന് പറഞ്ഞിരിക്കുമ്പോൾ എനിക്ക് തോന്നുന്നു ഈ US കയറി ഓവർനൈറ്റ് ഒരു സർപ്രൈസ് അറ്റാക്ക് ട്രംപ് ഇറാനിന് മേളിൽ നടത്തുമോ എന്നുള്ള കാര്യവും എനിക്കറിയില്ല എന്നുള്ള ഒരു ക്യാബിനറ്റും കൂടെ ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ US-ൽ ഹൈ ബോണ്ട് ഈൽഡ്, പിന്നെ ഗ്ലോബലി ഹൈ ക്രൂഡ് പ്രൈസസ്, ഹൈ ഇൻഫ്ലേഷനുള്ള ചാൻസസ്, റൈസിങ് ഗോൾഡ് പ്രൈസസ്, ഇതെല്ലാം സൂചിപ്പിക്കുന്ന ഒരു എൻവയറോൺമെൻറ്റിൽ ഞാൻ ഈ പറയുന്ന സ്മിഡിൻ്റെ ഡേറ്റ അത്ര സന്തോഷകരമല്ല എന്നുള്ള രീതിയിലും കൂടെ ഞാനൊന്ന് പറഞ്ഞു വയ്ക്കുന്നു എന്നുള്ള. അപ്പോൾ ആൾക്കാർ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് എന്നുള്ളതാണ്. ഒരു കാര്യം കൂടെ ശ്രദ്ധയിൽ ഞാൻ പെടുത്തുന്നു. നിഫ്റ്റി PE ശരിക്കും പറഞ്ഞാൽ 2021 നിഫ്റ്റി 50യുടെ മാത്രം നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ PE വെച്ച് നോക്കുമ്പോൾ ശരിക്കും നിഫ്റ്റിയുടെ നിഫ്റ്റിയുടെ EPS ഡബിളും ട്രിപ്പിളുമായി. അതായത് നിഫ്റ്റി കമ്പനീസിൻ്റെ ഏർണിങ്സ് ഡബിളും ട്രിപ്പിളുമായി. അതിനൊരു കാരണം കൂടെയുണ്ട്. ഇടയ്ക്ക് വച്ച് ഈ നാഷണൽ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പറഞ്ഞു റിസൾട്ട്സ് ഡിക്ലെയർ ചെയ്യാൻ നേരത്തെ ഇത്രയും നാളും
സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ് ആണ് പറഞ്ഞിരിക്കുന്നത്. കൺസോൾഡേറ്റഡ് പറയണം, അതായത് കമ്പനികളുടെ സ്റ്റാൻഡ് അലോൺ റിസൾട്ട്സ് എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അവർ എടുത്തിരിക്കുന്ന 50% മുകളിൽ ഹോൾഡ് ചെയ്യുന്ന കമ്പനികളുടെ സബ്സിഡറി കമ്പനീസിൻ്റെ റിസൾട്ട്സ് ഇതിൽ ഉൾപ്പെടുത്താറില്ല ഈ സ്റ്റാൻഡ് അലോണിൽ. കൺസോൾഡേറ്റഡും കൂടെ വരുമ്പോൾ അതും കൂടെ വരുമ്പോൾ ഏർണിങ്സ് കൂടിയതായിട്ട് കാണിക്കും. അതുകൊണ്ട് നിഫ്റ്റി 50 കമ്പനീസിൻ്റെ ഏർണിങ്സ് സ്റ്റാൻഡ് അലോണിൽ നിന്നും കൺസോൾഡേറ്റഡ് ആയിട്ട് ഡിക്ലെയർ ചെയ്യുമ്പോൾ തന്നെ ഏർണിങ്സ് പെർ ഷെയർ ഓഫ് നിഫ്റ്റി 50 കമ്പനീസ് ഉയരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അത് ഉയർന്നു എന്നുള്ള കാര്യം നമുക്ക് നന്നായിട്ട് അറിയാം. അതിന് പ്രൊപ്പോർഷനേറ്റായിട്ട് PE ഇൻക്രീസ് ചെയ്തിട്ടില്ല, അതായത് സ്റ്റോക്ക് പ്രൈസ് അധികം മൂവ് ചെയ്തിട്ടില്ല. അപ്പോൾ അവിടെ കമ്പാരിറ്റീവ് വാല്യുവേഷൻ നിഫ്റ്റി 50 മൈറ്റ് ലുക്ക് ചീപ്പ് ഓപ്റ്റിക്കലി. അത് ഒരു ഓപ്റ്റിക്കലായിട്ടുള്ള ഫിനാൻഷ്യൽ കൺസിഡറേഷൻ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സിൽ വന്ന ഒരു കാര്യം കൂടെയാണ് എന്നുള്ളതാണ്. ബട്ട് അതിൻ്റെ കൂടെ FIs സെല്ല് ചെയ്യുന്നത് കംപ്ലീറ്റ് ഈ മ്യൂച്വൽ ഫണ്ട് അബ്സോർബ് ചെയ്യുന്ന കാര്യം മ്യൂച്വൽ ഫണ്ട് കൂടുതലും ഈ നിഫ്റ്റി 50ലാണ് കോൺസെൻട്രേറ്റ് ചെയ്യണമെന്നുള്ളത്. അപ്പോൾ അതുകൊണ്ട് റിലേറ്റീവ്ലി കമ്പയർഡ് ടു സ്മോൾ മിഡ് ക്യാപ് കമ്പനീസ് ചിലപ്പോൾ ഈ ഒരു നിഫ്റ്റി 50 കുറച്ചൊരു കംഫർട്ട് പോലെ കാണിച്ചേക്കാം എന്ന് പറഞ്ഞ് ഒരു സെല്ലിങ്ങും ഒരു ക്യാപിറ്റുലേഷൻ വരികയാണെന്നുണ്ടെങ്കിൽ എല്ലാത്തിലും സെല്ലിംഗ് വരും. ഇത് വരണം എന്ന് നിർബന്ധമൊന്നുമില്ല. ഞാൻ ഈ ട്രേഡ് സെറ്റപ്പ് ഞാൻ പ്രേക്ഷകരെ മുന്നിലേക്ക് ഒന്ന് പറഞ്ഞത് ഒന്ന് സൂക്ഷിക്കാൻ വേണ്ടി മാത്രമാണ്. നിങ്ങൾ പേടിക്കേണ്ട, ബെയറിഷ് ആവേണ്ട, നിങ്ങൾ സെല്ല് ചെയ്യണമെന്നൊന്നും ഞാൻ പറയില്ല. ഐ ക്യാൻ ബി റോങ്, 100% റോങ്. ബട്ട് കാര്യങ്ങൾ സന്തോഷകരമായിട്ട് എനിക്ക് തോന്നുന്നില്ല. എൻ്റെ ഒരു ഇന്നർ ഫീലിങ്ങിൽ ഞാൻ വളരെ കോഷ്യസ് ആണ് എന്നുള്ള. ബട്ട് അഡ്വൈസ് ചെയ്യാൻ ഞാൻ ആരുമല്ല. നിങ്ങൾ നല്ല ടെക്നിക്കൽസും ഫണ്ടമെൻ്റൽസും എന്നെക്കാട്ടിലും വിവരമുള്ള ഒരുപാട് പേരുണ്ട്. അവരുടെ അടുത്ത് ചോദിച്ച് അവരൊക്കെ സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസർ ആണെങ്കിൽ അവരുടെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം ചെയ്യുക. ഞാൻ എൻ്റെ ഒരു ഇന്നർ ഫീലിംഗ് ഞാൻ ഷെയർ ചെയ്തു. ഞാൻ തെറ്റട്ടെ എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഞാൻ ഈ പറയുന്ന പോലെ ഞാൻ മാർക്കറ്റിൽ 100% ഇൻവെസ്റ്റഡ് ആണ് എന്നും കൂടി പറഞ്ഞ് ഞാൻ വയ്ക്കുന്നു എന്നുള്ളത്. ഇത് പ്രേക്ഷകർക്ക് വേണ്ടി ഞാൻ വിട്ടുകൊടുക്കുന്നു. ഞാൻ സ്പോട്ട്ലൈറ്റിലേക്ക് ഒരു കാര്യം കൂടെ ഞാൻ ഉൾപ്പെടുത്താനുണ്ട്. പലരും ചോദിച്ചിട്ടുണ്ട്, അതായത് ഞാൻ പലപ്പോഴായിട്ട് ഞാൻ സൂപ്പർ മാർക്കറ്റിൽ പോകുമ്പോഴേ എപ്പോഴും ഞാൻ ഈ പറയുന്ന പോലെ കാണുന്ന പണ്ട് മുതലേ ഞാൻ ഈ ഓപ്പണിംഗ് ഹൗസിൽ പലപ്പോഴായിട്ട് പറഞ്ഞിട്ടുണ്ട്, അതായത് എനിക്ക് യോഗട്ട്സ് വലിയ ഇഷ്ടമാണ്. അപ്പോൾ ഈ മിൽക്കി മിസ്റ്റ് ഞാൻ എപ്പോഴും നോക്കുന്നുണ്ട് എന്നുള്ള. അപ്പോൾ ആക്ച്വലി മിൽക്കി മിസ്റ്റിൻ്റെ IPOൻ്റെ ചെറിയ കാര്യങ്ങൾ ഒന്ന് ജസ്റ്റ് പറയണം എന്ന് എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്ന പോലെ മിൽക്കി മിസ്റ്റിൻ്റെ IPO നോക്കിയപ്പോൾ IPO സൈസ് 1553 crores ആണ്. അതിൽ 1428 crore ഫ്രഷ് ഇഷ്യൂ ആണ്. ഏതാണ്ട് 125 കോടി മാത്രമേ ഓഫർ ഫോർ സെയിൽ ഉള്ളൂ. ഓഫർ ഫോർ സെയിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ പ്രൊമോട്ടർ, ഫൗണ്ടേഴ്സ് അല്ലെങ്കിൽ ഏർലി ഇൻവെസ്റ്റേഴ്സ് സെല്ല് ചെയ്ത് ഇറങ്ങുന്നുള്ളൂ. അതായത് 1553 കോടിയിൽ 1428 കോടിയും കമ്പനിക്കകത്തേക്കാണ് വരുന്നത്. ആ പൈസ എന്തിനാണ് നമ്മൾ ഉപയോഗിക്കുന്നത്? ആ പൈസ മിൽക്കി മിസ്റ്റ് ഉപയോഗിക്കാൻ പോകുന്നത് അവരുടെ കടങ്ങൾ, ഡെപ്റ്റ് റിട്ടയർ ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമല്ല, അവരുടെ എക്സ്പാൻഷനും വേണ്ടിയിട്ട് അവർ ചെയ്യുന്നു എന്നുള്ള. പ്രൈസ് ബാൻഡ് 133 മുതൽ 140 വരെ, ഫേസ് വാല്യൂ 2 ആണ് എന്നുള്ളതാണ് വിശ്വാസം. എനിക്ക് തോന്നുന്നു August 11 എനിക്ക് തോന്നുന്നു ഇന്ന് ഓപ്പൺ ചെയ്യുന്നു, ക്ലോസ് ചെയ്യുന്നത് August 13, ലിസ്റ്റിംഗ് August 18 ലോട്ട് സൈസ് 107 ഷെയർ ആണ്. ഏതാണ്ട് അപ്പർ പ്രൈസ് ബാൻഡിൽ ലോവർ ആയിട്ട് വരുന്ന പ്രൈസ് എന്ന് പറയുന്നത് ₹14,890 ആണ് മിനിമം ആയിട്ട് വരുന്നത് എന്നുള്ള. ഇതിൻ്റെ ലീഡ് മാനേജേഴ്സ് ഞാൻ നോക്കിയപ്പോൾ JM ഫിനാൻഷ്യൽ, ആക്സിസ് ക്യാപിറ്റൽ, IIFL ക്യാപിറ്റൽ വളരെ ശക്തരായിട്ടുള്ള ലീഡ് മാനേജേഴ്സാണ്. അപ്പോൾ അവർ IPO സക്സസ് ആക്കാനുള്ള, സബ്സ്ക്രിപ്ഷൻ കറക്റ്റ് ആക്കാനുള്ള എല്ലാ പരിപാടികളും ചെയ്യും. ഇതിൻ്റെ രജിസ്ട്രാർ കമ്പനി എന്ന് പറഞ്ഞാൽ KFin ടെക്നോളജീസ് ആണ്. അതായത് ഇവർ ഏപ്രിലിൽ, ഇപ്പോഴാണല്ലോ ഇവർ IPOയിൽ വരെ, ഏപ്രിലിൽ ഇവരൊരു വലിയൊരു പ്ലേസ്മെൻറ്റ് നടത്തിയിരുന്നു. ഏതാണ്ട് 5.2% സ്റ്റേക്ക് ഇവർ ജോങ് സോങ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്ന കമ്പനി, അതായത് ടെമാസെക് എന്ന് പറഞ്ഞാൽ വേൾഡിലെ വലിയ പ്രൈവറ്റ് ഇക്വിറ്റി പ്ലെയറിൻ്റെ ഒരു സബ്സിഡറി കമ്പനിക്ക് ഇവർ പ്ലേസ്മെൻറ്റ് നടത്തിയിട്ടുണ്ട്. ഏതാണ്ട് ₹139 പെർ ഷെയർ, 139.76 ആണ് എക്സാക്ട്ലി. അതിന് പ്ലേസ് ചെയ്തിട്ടുണ്ട് ഏപ്രിൽ. അത് കഴിഞ്ഞിട്ടാണ് ഇപ്പോൾ IPOയ്ക്ക് വരുന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവേണ്ടത്. അപ്പോൾ ഇവരുടെ ബേസിക്കലി ഇവർക്ക് ഈ പൈസ കൊണ്ട് തമിഴ്നാട്ടിൽ ഇവരെ പെരുന്തുറയുന്നുള്ള ആ ഫെസിലിറ്റീസ് ഒന്ന് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ് കപ്പാസിറ്റി എക്സ്പാൻഷന് ഇവർ ഉദ്ദേശിക്കുന്നത്. ഇതെനിക്ക് തോന്നുന്നു 1995, 1998 എങ്ങാണ്ട് പാർട്ട്ണർഷിപ്പ് ബിസിനസ്സായിട്ട് തുടങ്ങിയതാണ്. സതീഷ് കുമാർ T എന്ന് പറയുന്ന ഒരു വ്യക്തിയും അദ്ദേഹത്തിൻ്റെ ഫാമിലിയും, അദ്ദേഹമാണ് ഇപ്പോഴും ചെയർമാൻ ആൻഡ് മാനേജിംഗ് ഡയറക്ടർ എന്ന് പറയുന്നത്. പിന്നെ എനിക്ക് തോന്നുന്നു 2014 ആയപ്പോൾ അവർ പാർട്ട്ണർഷിപ്പ് ബിസിനസ്സിൽ നിന്ന് കൺവേർട്ട് ചെയ്ത് പ്രൈവറ്റ് ലിമിറ്റഡ് കമ്പനിയായി. ഇവരൊരു പ്യുവർ പ്ലേ വാല്യൂ ആഡഡ് ഡയറി പ്രോഡക്റ്റ് കമ്പനിയാണ്. ഇതിനെ നമ്മൾ VADP കമ്പനി എന്ന് പറയും. അതായത് ഇവരുടെ കച്ചവടത്തിൽ ആദ്യം ഈ മിൽക്ക് സെല്ല് ചെയ്താണ് പോണതെങ്കിൽ പോലും ഇവർ ഈ അടുത്ത കാലത്ത് ഈ മിൽക്ക് ആയിട്ടുള്ള ഡയറക്റ്റ് മിൽക്ക് കച്ചവടം, അതായത് പാല് കച്ചവടം ഇല്ല. കാര്യം അവരെ സംബന്ധിച്ച് അവർ റിയലൈസ് ചെയ്തൊരു കാര്യം വെച്ചാൽ ഈ പാലിൻ്റെ ബിസിനസ്സിൽ കൈവച്ചാൽ ലോ മാർജിനാണ്. അത് മാത്രമല്ല ഇത് പെട്ടെന്ന് പ്രൊക്യൂർ ചെയ്ത് പെട്ടെന്ന് സെല്ല് ചെയ്യണം. ഇരുന്ന് കഴിഞ്ഞാൽ അത് പിരിഞ്ഞു പോകും.
അതുമാത്രമല്ല ഇത് സ്റ്റോർ ചെയ്യാനായിട്ട് ഒരുപാട് കാശ് വേണം. കോൾഡ് ചെയിൻ കൊണ്ടുപോകണം, വണ്ടി, ലോറി, അതിനൊക്കെ ഈ പറയുന്ന പോലെ വലിയ എക്സ്പെൻസ് ഉള്ളതുകൊണ്ട് ആദ്യം തന്നെ കമ്പനി എടുത്ത സ്ട്രാറ്റജി മിൽക്ക് ഡയറക്റ്റായിട്ട് ഇവർ സെല്ല് ചെയ്യില്ല. പകരം മിൽക്കിൽ നിന്ന് ഉണ്ടാക്കുന്ന വാല്യൂ ആഡഡ് ഹൈ മാർജിൻ പ്രോഡക്ട്സിലേക്ക് ഇവർ പോകാമെന്ന് കോൺഷ്യസ് ആയിട്ടുള്ള ഇവരൊരു കാര്യം എടുത്തിരുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഇപ്പോൾ ഒരു 22 കാറ്റഗറിയിലാണ് ഇവരുടെ ഫുഡ് വരുന്നത്. പനീർ, ചീസ്, കേർഡ്, ബട്ടർ, ഘീ, യോഗട്ട്, ഐസ്ക്രീം, ചോക്ലേറ്റ്, ഫ്രോസൺ ഫുഡ്, റെഡി ടു കുക്ക് ഫുഡ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെയാണ് ഇവർ കൂടുതലും കോൺസെൻട്രേറ്റ്, ഈ കാറ്റഗറിയാണ് അവർ കോൺസെൻട്രേറ്റ്. അതിൽ ഇവർക്ക് 2-3 ബ്രാൻഡ് യൂസ് ചെയ്യും. ഇവരുടെ മെജോറിറ്റി പ്രോഡക്ട്സും ഇവർ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന ആ പ്രൈമറി ബ്രാൻഡിൽ തന്നെയാണ് അവർ ചെയ്യുന്നത്. ബട്ട് ഇവർക്ക് കുറേ സബ് ബ്രാൻഡ്സ് ഉണ്ട് ഈ ഫുഡ് വിൽക്കാനൊക്കെ, ഈ പാക്കേജ്ഡ് ഫ്രോസൺ ഫുഡൊക്കെ വിൽക്കാനായിട്ട്. അതായത് സ്മാർട്ട് ഷെഫ്, കെപ്പല്ല, മിസ്റ്റി ലൈറ്റ്, ബ്രിയാസ്, അസൽ എന്നൊക്കെ പറഞ്ഞ് അവർ ഇറക്കിയിട്ടുണ്ട് എന്നുള്ള. ഇവർ ഈ ബ്രാൻഡഡ് പാക്കേജ് പനീറിൽ ഇവരൊരു ബ്രാൻഡ് ലീഡറാണ് ഇന്ത്യയിൽ. 19% ഇവർക്ക് മാർക്കറ്റ് ഷെയർ ഉണ്ട്. അതുമാത്രമല്ല ചീസ്, യോഗട്ട്, കേർഡിലുമൊക്കെ ഇവർക്ക് വളരെ തരക്കേടില്ലാത്തൊരു മാർക്കറ്റ് ഷെയറും ലീഡർഷിപ്പും ഉള്ള കമ്പനി തന്നെയാണ് എന്നുള്ള. ഇവർക്ക് ഫുള്ളി ഇൻ്റഗ്രേറ്റഡ് മോഡലാണ്, അതായത് ഫാം ടു റീറ്റെയിൽ. അതായത് എത്രയോ ഫാമേഴ്സ്, എനിക്ക് തോന്നുന്നു 74,654 ഫാർമറിൻ്റെ കയ്യിൽ നിന്ന് ഇവർ ഡെയിലി മിൽക്ക് പ്രൊക്യൂർ ചെയ്ത്, എനിക്ക് തോന്നുന്നു അതിൽ തന്നെ 33,120 ഫീമെയിൽസാണ്. അവരുടെ കയ്യിൽ നിന്ന് ഇത് പ്രൊക്യൂർ ചെയ്ത് പ്രോസസ്സ് ചെയ്ത് വാല്യൂ ആഡഡ് പ്രോഡക്ട്സ് ആക്കി എവിടെ നിന്നൊക്കെയുള്ള തമിഴ്നാടിൽ നിന്നുള്ള ഫാർമേഴ്സ്, ആന്ധ്രയിൽ നിന്നുള്ളത്, മഹാരാഷ്ട്രയിൽ നിന്നുള്ളത്, കർണാടകയിൽ നിന്നുള്ള ഫാർമേഴ്സിൻ്റെ നിന്നൊക്കെ പ്രൊക്യൂർ ചെയ്ത് ഇവർ വാല്യൂ എഡിഷൻ കൊണ്ടുണ്ടാക്കിയാണ് ചീസ്, കേർഡ്, യോഗട്ട്, പനീറൊക്കെ ആയിട്ട് ഇവർ മാറ്റുന്നത് എന്നുള്ള. ഇവർക്ക് 22 സ്റ്റേറ്റ്സിൽ ഡിസ്ട്രിബ്യൂഷൻ ഉണ്ട്, 5 യൂണിയൻ ടെറിട്ടറിയിലും ഉണ്ട്, ഏതാണ്ട് 3.5 lakh ടച്ച് പോയിൻറ്റ്സ് ഉണ്ട്, 400 ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഡീലേഴ്സും ഉണ്ട് എന്നുള്ള. ഇവരുടെ ഈ മിൽക്കി മിസ്റ്റ് ബ്രാൻഡാണ് 97% ഓഫ് ഇവരുടെ സെയിൽസും. 3% മാത്രമേ ഉള്ളൂ മറ്റുള്ള സബ് ബ്രാൻഡ്സ് വഴി. അതായത് മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന ആ ബ്രാൻഡിൻ്റെ വില നിങ്ങളൊന്ന് മനസ്സിൽ വയ്ക്കുക, ഞാനത് പറയാനുണ്ട് അതിൻ്റെ ചില കാര്യങ്ങൾ എന്നുള്ള. ഇതിൻ്റെ ഇവരുടെ FY25 റവന്യൂ എന്ന് പറയുന്നത് 2,359 crores ആണ്. ആ 2,359 crores കഴിഞ്ഞ കൊല്ലം, അതിൽ നിന്ന് FY26 ഇവർ എൻഡ് ചെയ്ത് 3,145 crores, അതായത് സെയിൽസ് ഗ്രോത്ത് ഉള്ള കമ്പനി ആണെന്നാണ് ഞാൻ പറയുന്നത്. പ്രോഫിറ്റ് 2025 ഇവർക്ക് 46 കോടി, അവിടുന്ന് ഏതാണ്ട് 127 കോടി, 3 times ആയിട്ട് ഉയർന്നു. പക്ഷേ ഇവർ 2026 ഈ ഓപ്പറേറ്റിംഗ് മാർജിൻ ഇബിറ്റ, ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ്, ടാക്സ്, ഡിപ്രീസിയേഷൻ ആൻഡ് അമോർട്ടൈസേഷൻ നോക്കുമ്പോൾ 13.7% ഉള്ളൂ മാർജിൻ. അതിൽ തന്നെ ഈ പറഞ്ഞ പോലെ ബാക്കി എല്ലാ ഡിപ്രീസിയേഷനും അമോർട്ടൈസേഷനും ഈ ഡെപ്റ്റിന് വേണ്ടിയിട്ടുള്ള ഇൻട്രസ്റ്റും ഒക്കെ കൊടുത്ത് ഇബിറ്റയിൽ നിന്നും മറ്റുള്ളതൊക്കെ ആഡ് ചെയ്ത് പ്രോഫിറ്റ് ആഫ്റ്റർ ടാക്സിൽ വരുമ്പോൾ പ്രോഫിറ്റ് മാർജിൻ വെറും 4.05% ആണ്. ഇതെനിക്ക് തോന്നുന്നു FY25 1.96% ആണ്. അവിടുന്ന് ഏതാണ്ട് 3 times ഉയർന്ന് 4 അടുപ്പിച്ച് വന്നു എന്നുള്ളത് മാർജിൻ എക്സ്പാൻഷൻ എന്നുള്ളത് വളരെ ആശ്വാസകരമായിട്ടുള്ള കാര്യം. പക്ഷേ എനിക്കുള്ളൊരു പേടി എന്ന് വെച്ചാൽ എപ്പോഴും ഈ IPOന് വരുന്നതിന് മുമ്പേ ഈ മാർജിനൊക്കെ ഉയർത്തി കാണിക്കുന്ന കമ്പനികൾ ഒരുപാടുണ്ട്. എന്നിട്ട് മാർജിൻ ഹെൽത്തിയാണ്, പ്രോഫിറ്റബിൾ ആണ്, മാർജിൻ എക്സ്പാൻഷൻ ഉണ്ട് എന്നൊക്കെ ഉള്ളൊരു സ്റ്റോറി ഉണ്ടാക്കി വളരെ ഹൈ റേറ്റിന് IPO പ്ലേസ് ചെയ്യുന്ന കമ്പനികളുണ്ട്. മിൽക്കി മിസ്റ്റിൻ്റെ പ്രോഡക്ട്സ് ഒക്കെ വളരെ നല്ലതാണെങ്കിലും ഇങ്ങനെ ചെയ്യുമോ എന്നുള്ള കാര്യമൊന്നും എനിക്കറിയില്ല. പക്ഷേ എൻ്റെ അനുഭവം പഠിപ്പിച്ചെന്നത് ഈ പെട്ടെന്ന് IPOയ്ക്ക് വരുന്നതിൻ്റെ മുമ്പത്തെ കൊല്ലവും IPO വരുന്ന കൊല്ലവും വലിയ രീതിയിലുള്ള റിസൾട്ട്സ് കാണിക്കുമ്പോൾ എനിക്ക് സാധാരണ പേടിയാവാറുണ്ട്. ചിലപ്പോൾ എൻ്റെ കുഴപ്പം കൊണ്ടായിരിക്കാം, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. ഇവർ റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡ് അറൌണ്ട് 11.973%, റിട്ടേൺ ഓൺ ഇക്വിറ്റി 32.12%, റിട്ടേൺ ഓൺ നെറ്റ് വർത്ത് 33.6%. ഡെപ്റ്റ് ടു ഇക്വിറ്റിയാണ് ഏതാണ്ട് 3.6 times, നല്ല രീതിയിൽ ഒരു ഡെപ്റ്റ് ഉണ്ട് എന്നുള്ള. ഇവർ IPO വന്നു കഴിഞ്ഞാൽ അതിൻ്റെ ഇംപ്ലൈഡ് മാർക്കറ്റ് ക്യാപ്പ് ഏതാണ്ട് 10,777 crore ലിസ്റ്റ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അങ്ങനെയാണെങ്കിൽ ഇവരുടെ പ്രൈസ് ഏർണിംഗ് മൾട്ടിപ്പിൾ പോസ്റ്റ് IPO ഏതാണ്ട് 84.85 times വരെ വന്നേക്കാം. നമ്മൾ ഇതിനകത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇപ്പം നമ്മൾ മറ്റുള്ള ഇവർക്ക് കമ്പാരിറ്റീവ് ആയിട്ടുള്ള സ്ട്രെയിറ്റ് പിയർ കോമ്പറ്റീഷൻസ് ഒന്നുമില്ല. എങ്കിലും ഈ ഡയറി പ്രോഡക്ട്സ് ഒക്കെ ചെയ്യുന്ന പല കമ്പനികളും നോക്കുകയാണെങ്കിൽ ഹാറ്റ്സൺ ആഗ്രോ ഒക്കെ ഏതാണ്ട് 57, 60 തൊട്ട് 70 PE വരെ ട്രേഡ് ചെയ്യുന്നു. ഡോഡ്ല ഡയറി വളരെ കുറവിലാണ്, 25 timesലാണ്. പിന്നെ പരാഗ് മിൽക്ക് ഏതാണ്ട് 20 to 30 timesലാണ്. ഹെറിറ്റേജ് 26 timesലാണ് ട്രേഡ് ചെയ്യുമ്പോൾ ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത് ഏതാണ്ട് 84.85 ആണ്. കാര്യം ഇവർ ഈ പരാഗൊക്കെ ചെയ്യുന്ന ചീസും മിൽക്ക് ബേസ്ഡ് ആയിട്ടുള്ള വാല്യൂ എഡിഷൻ പ്രോഡക്ട്സ് മാത്രമല്ല പാക്കേജ്ഡ് ഫുഡ്സും കൂടെ ഉണ്ട് എന്നുള്ളതാണ് ഇവർ അവകാശപ്പെടുന്നത് എന്നുള്ളത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ബ്രിട്ടാനിയ പോലത്തെ ഒരു കമ്പനിയായിട്ട് നോക്കുമ്പോൾ ഈ ബ്രിട്ടാനിയ ഏതാണ്ട് 50.7 timesലാണ് ട്രേഡ് ചെയ്യണത്. ആൻഡ് നെസ്ലെ ഏതാണ്ട് 80 timesലാണ് ട്രേഡ് ചെയ്യണത്. അതായത് നെസ്ലയുടെ അതേ ലെവലിൽ
അതാണ് ഇവർ ലിസ്റ്റ് ചെയ്യാൻ പോണത്. 84.85 ടൈംസിലാണ് ലിസ്റ്റ് ചെയ്യാൻ പോകുന്നത്. ഈ നെസ്ലെ 80 ടൈംസും ബ്രിട്ടാനിയ 50.7 ടൈംസും എന്നൊക്കെ പറയുമ്പോഴേ ഈ രണ്ട് കമ്പനിക്കും 19,000 കോടിക്ക് മുകളിൽ ആനുവൽ ടേൺ ഓവറുള്ള കമ്പനിയാണ്. അവരാണ് ഇതിൽ ട്രേഡ് ചെയ്യണത്. എന്നാൽ ഈ ചെറിയ ഒരു കമ്പനി ഈ പറയുന്ന പോലെ 3145 കോടി ചേൺ ചെയ്ത കമ്പനി 84.85 പിയിൽ ട്രേഡ് ചെയ്യുക എന്ന് പറയുന്നത് ഐ ഡു നോട്ട് നോ, മാർക്കറ്റ് തന്നെ ഡിസൈഡ് ചെയ്യേണ്ട ഒരു കാര്യം. പിന്നെ ഇവരുടെ ഡെപ്റ്റ് എന്ന് പറയുന്നത് 3.6 ടൈംസ് ടു 4.2 ടൈംസ് ആണ്. ഇക്വിറ്റിയെ വെച്ച് നോക്കുമ്പോൾ ഡെപ്റ്റ് വളരെ ഹൈ ആണ്. ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇന്നർ റീഡിങ്ങിൽ ഇവരെ മിൽക്കി മിസ്റ്റ് എന്ന് പറയുന്ന ബ്രാൻഡ് നെയിം പോലും ആ ട്രേഡ് മാർക്ക് പോലും ഇവർ പണയം വെച്ചിട്ട് വേറൊരു ട്രേഡ് മാർക്കിലാണ് ഇവർ കച്ചവടം നടത്തുന്നത് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്. എവിടെയെങ്കിലും വെച്ച് ഈ ബിസിനസ് തെറിച്ചു പോയി ഈ മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞ ബ്രാൻഡ് പോവുകയാണെങ്കിൽ അത് തന്നെ ഇവർക്കൊരു വലിയ നെഗറ്റീവ് ആണെന്നുള്ളത് സൂക്ഷിക്കണം എന്നുള്ളൊരു കാര്യം. പിന്നെ റിച്ച് വാല്യുവേഷൻ ആണ് 85 ടൈംസ് പി compared to Nestle, Britannia or any other Dodla, Hatson, പിന്നെ പരാഗ് മിൽക്ക് അല്ലെങ്കിൽ ഹെറിറ്റേജ് ഒക്കെ വെച്ച് നോക്കാൻ നേരത്ത്. അപ്പോൾ ഈ സെക്ടർ എന്ന് പറയുന്നത് ഈ പറഞ്ഞ നമുക്കറിയാലോ, ഈ മിൽക്ക് പ്രോഡക്ട്സ് എന്ന് പറയുമ്പോൾ പാലിന് വില കൂടുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു മാർജിൻ സ്ക്വീസ് ഇവർക്ക് വരാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് വളരെ റിസ്കി ആയിട്ട് നിൽക്കുന്നു. പിന്നെ 97% റവന്യൂ ഇവർക്ക് മിൽക്കി മിസ്റ്റ് എന്ന് പറഞ്ഞ് ആ പണയം വെച്ചിരിക്കുന്ന ബ്രാൻഡിൽ നിന്നാണ് ഇവർക്ക് റവന്യൂ ഉള്ളതെന്നും കൂടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കണമെന്നുള്ളത്. ഇത് ലിസ്റ്റ് ചെയ്യുമ്പോൾ ഈ ലിസ്റ്റിംഗ് ഗെയിൻസ് കിട്ടുമോ അല്ലെങ്കിൽ ഒരു അട്രാക്റ്റീവ് വാല്യൂഷൻ ആണോ എന്നൊന്നും എനിക്കറിയില്ല. ഞാൻ പൊതുവെ വ്യക്തിപരമായിട്ട് IPO ഞാൻ അവോയ്ഡ് ചെയ്യുന്നതാണ് കാര്യം. ഞാൻ എപ്പോഴും ഈ മാർക്കറ്റിൽ ഈ പ്രൈസ് വാല്യുവേഷൻ ഡിഫറൻസ്, അതായത് ചീപ്പായിട്ട് കിടക്കുന്ന കമ്പനികൾ മേടിച്ച് അതിന് ഓപ്റ്റിമം വാല്യുവേഷൻ എത്തുക എന്നുള്ളതായിരിക്കും ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ജേർണി. ബട്ട് IPO ഓൾറെഡി ഓപ്റ്റിമം വാല്യുവേഷനിൽ ഹയർ പിയിൽ ട്രേഡ് ചെയ്യുമ്പോൾ ഞാൻ എപ്പോഴും സൂക്ഷിക്കാറുണ്ട് എന്ന് പറഞ്ഞ് ഒരിക്കലും മിൽക്കി മിസ്റ്റ് ബൈയോ സെല്ലോ ഹോൾഡോ എന്നുള്ള റെക്കമെൻഡേഷനോ സബ്സ്ക്രൈബോ ഒന്നും ഞാൻ പറയുന്നില്ല. കാര്യം അത് നമ്മുടെ ജോലിയല്ല. അത് ശരിക്കും പറഞ്ഞാൽ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം നിങ്ങൾ ചെയ്യുക എന്നുള്ള. ഇപ്പോൾ ഒരു കാര്യം കൂടെ പറയാം, എൻ്റർപ്രൈസ് വാല്യൂ ടു ഇബിറ്റ എന്ന് പറയുന്ന വാല്യുവേഷൻ എടുക്കാൻ നേരത്തും മിൽക്കി മിസ്റ്റ് 25 ടൈംസ് ആണെങ്കിൽ ഡോഡ്ല ഡയറി 20 ടൈംസും പരാഗ് മിൽക്ക് 9 ടൈംസുമാണ് എന്നുള്ളതും കൂടെ നിങ്ങൾ മനസ്സിൽ വയ്ക്കണം. എന്ന് പറഞ്ഞ് ഇത് അവോയ്ഡ് എന്നൊന്നും പറയില്ല. മാർക്കറ്റിൻ്റെ കണ്ടീഷനും ടൂ മച്ച് ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ ലിസ്റ്റിംഗ് ഗെയിൻ കിട്ടിയേക്കാം. പക്ഷേ എനിക്കറിയില്ല, ഞാൻ ഇതിനകത്ത് ഇൻട്രസ്റ്റഡ് പാർട്ടിയല്ല. ഞാൻ ഹോൾഡ് ചെയ്യാനും ഉദ്ദേശിക്കുന്നില്ല, മേടിക്കാനും ഉദ്ദേശിക്കുന്നില്ല, നയനയും ചെയ്യുന്നില്ല. ഞങ്ങളുടെ റിലേറ്റീവ്സോ ഫ്രണ്ട്സിനോ ആർക്കും ഞങ്ങളിത് പറഞ്ഞു കൊടുത്തിട്ടോ ഇല്ല. അതുകൊണ്ട് നിങ്ങൾ നിങ്ങളുടേതായ ഡിസിഷൻ ഒരു സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ ശിക്ഷണത്തിലും നിരീക്ഷണത്തിലും മാത്രം നടത്തുക എന്നുള്ളത്. ഓവർ ടു യു നയൻ. എന്തായാലും മാർക്കറ്റിന്റെ ഒരു അപ്ഡേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിഫ്റ്റി 50 ആ ഒരു വീക്ക്നെസ് തന്നെ തുടരുകയാണ്. 0.47% ഒരു ഇടിവ് തന്നെയാണ് കാണാവുന്നത്. അപ്പം ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരികയാണെങ്കിലും നിഫ്റ്റിയിലും വലിയൊരു വീക്ക്നെസ് ആണ് ബാങ്ക് നിഫ്റ്റിയിൽ തുടരുന്നത്. 487 പോയിന്റുകളുടെ ഒരു ഡിക്ലൈൻ ആണ് കാണാവുന്നത്. ഇതിൽ തന്നെ HDFC ബാങ്ക് അടക്കം 6% മുകളിലുള്ള ഒരു നഷ്ടമാണ് നേരിടുന്നത്. നമ്മൾ നിഫ്റ്റി 50 ടോപ്പ് ഗെയിനേഴ്സ് ലിസ്റ്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഏഷ്യൻ മോട്ടോഴ്സിലടക്കം ഇന്നിപ്പോൾ ടോപ്പ് ഗെയിനർ ആയിട്ട് വരുന്നുണ്ട്. 0.9% ഒരു മുന്നേറ്റം കാണാം. അതോടൊപ്പം തന്നെ ടൈറ്റൻ കമ്പനി, ബജാജ് ഓട്ടോ, HCL ടെക്, ഓയിൽ ആൻഡ് നാച്ചുറൽ ഗ്യാസ് തുടങ്ങിയിട്ടുള്ള ഓഹരികളൊക്കെയാണ് ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് വരുന്നത്. കൂടാതെ ടോപ്പ് ലൂസേഴ്സ് ലിസ്റ്റ് നോക്കുകയാണെങ്കിലും ടാറ്റ കൺസ്യൂമർ, നെസ്ലെ ഇന്ത്യ, ഇൻഡസിൻഡ് ബാങ്ക്, SBI ലൈഫ്, ആക്സിസ് ബാങ്ക് തുടങ്ങിയ ഓഹരികളിലൊക്കെ ഇന്നിപ്പോൾ ശക്തമായിട്ടുള്ള ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും ഒരു ഓവറോൾ സെക്ടർ വൈസ് പെർഫോമൻസ് ഒക്കെ നോക്കിയാലും നിഫ്റ്റി ITയിൽ ഇന്നിപ്പോൾ നേരിയൊരു മുന്നേറ്റമാണ് തുടരുന്നത്. നിഫ്റ്റി ITയിൽ 0.69% ഒരു നേട്ടമൊക്കെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ നിഫ്റ്റി മെറ്റലിൽ 0.24% ഒരു നേട്ടം കാണാം. കൂടാതെ ഫാർമയിലേക്ക് വരികയാണെങ്കിൽ ഫ്ലാറ്റ് ടു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു ട്രേഡിംഗ്, കൂടാതെ കൺസ്യൂമർ ഡ്യൂറബിൾസിലും ഇന്ന് മികച്ച ഒരു ട്രേഡിംഗ് ആണ് കാണാൻ സാധിക്കുന്നത്. പക്ഷേ ഓവറോൾ നോക്കുമ്പോൾ ഒരു നെഗറ്റീവ് സെന്റിമെന്റ് തന്നെയാണ് ഇന്നിപ്പോൾ മാർക്കറ്റിൽ തുടരുന്നത്. പ്രധാനമായിട്ടും ആ ഒരു ക്രൂഡ് ഓയിൽ പ്രൈസ് ഉയർന്നതും കൂടാതെ ഗ്ലോബൽ ക്യൂസ് ഒക്കെ തന്നെ നെഗറ്റീവായിട്ട് വന്നതും എല്ലാം തന്നെ ഇന്നിപ്പോൾ മാർക്കറ്റിനെ സ്വാധീനിക്കുന്ന ഫാക്ടേഴ്സ് തന്നെയാണ്. സോറി, ഞാൻ ഒരു കാര്യം ഇന്ററപ്റ്റ് ചെയ്യുന്നു. നമ്മൾ ഈ സെക്ടേഴ്സ് നമ്മൾ നോക്കാൻ നേരത്തെ ഇതിനകത്ത് 3 സെക്ടേഴ്സ് സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് നിൽക്കുന്നുണ്ട്. അത് നമ്മൾ നോക്കാൻ നേരത്തെ നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ, ഇത് 3ഉം ഇന്റർനാഷണൽ ബിസിനസ്സാണ്. ഞാൻ ഇന്ന് പറഞ്ഞല്ലോ, അതായത് നമ്മൾ ഈ പറയുന്ന പോലെ ഇന്ത്യയിൽ ഈ ഇൻട്രസ്റ്റ് റേറ്റ് ഹൈക്ക് US സംഭവിക്കുകയാണെങ്കിൽ ഇവിടുന്ന് ഒരു സെല്ലിംഗ് വന്നു കഴിഞ്ഞാൽ ഡോളർ അപ്രീഷിയേറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട് എന്ന് പറയണമെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താ? ഡോളറിൽ റവന്യൂ നേടുന്ന കമ്പനികൾക്ക് അത് പ്രോഫിറ്റബിൾ ആയിട്ടും പോസിറ്റീവായിട്ടും വന്നേക്കാം. അവിടെയാണ് നിഫ്റ്റി IT, നിഫ്റ്റി മെറ്റൽ, നിഫ്റ്റി ഫാർമ വരുന്നത്. ഇതൊരു ചെറിയൊരു ഇൻഡിക്കേഷൻ. നമ്മളിപ്പോഴും പല പ്രേക്ഷകരും നമ്മൾ ചോദിക്കുന്നു എന്തുകൊണ്ട് സിൽവറും ഗോൾഡും കയറുന്നത്. സിൽവറും ഗോൾഡും ഡിസ്കൗണ്ട് ചെയ്യുന്നത് ഈ ബോണ്ട് ഈൽഡ് കയറി നിൽക്കുന്നതും ഒക്കെ തരുന്ന സൂചന എന്താണ്? ഈ പറയുന്ന പോലെ US ഈ പറയുന്ന പോലെ ഇൻഫ്ലേഷൻ ഇഷ്യൂ ആണ്. ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുമോ എന്നുള്ളൊരു സംശയമാണ്
ബോണ്ട് മാർക്കറ്റ് നമ്മളോട് പറയുന്നത്. അതിന് ഇക്വലൻ്റ് ആയിട്ട് ഇപ്പുറത്ത് സിൽവറും ഗോൾഡും അതിനനുസരിച്ച് റീറേറ്റ് ചെയ്യില്ലേ? കാര്യം വെച്ചാൽ ഇൻഫ്ലേഷൻ എഗെയിൻസ്റ്റ് ഉള്ള, അതായത് ഹെഡ്ജ് എഗെയിൻസ്റ്റ് ഇൻഫ്ലേഷൻ എന്നാണ് നമ്മൾ ഗോൾഡിനെ സൂചിപ്പിക്കുന്നത്. അപ്പോൾ ആ പ്രഷ്യസ് മെറ്റൽസ് കയറാനുള്ള സാധ്യതകളുണ്ട്. ഇന്ന് നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന പോലെ മിക്ക സെക്ടേഴ്സും മിക്കതും ഫ്ലാറ്റാണ്, ചിലത് നെഗറ്റീവ് ആണെങ്കിലും സ്ലൈറ്റ്ലി പോസിറ്റീവായിട്ട് കാണിക്കുന്ന ഈ 3 സെക്ടേഴ്സിനും ഇന്റർനാഷണൽ ബിസിനസ് ഉണ്ട് എന്നുള്ളത് ഞാൻ സൂചിപ്പിക്കുന്നു. ഇതൊക്കെ ജസ്റ്റ് റീഡിംഗ് ആണ്. ചിലപ്പോൾ ഇപ്പം തന്നെ മാറി മറിയാം, അടുത്ത മിനിറ്റിൽ മാറി മറിയാം. ഞാൻ പറയുന്നതൊക്കെ 100% തെറ്റാം. എന്നാലും ആ റീഡിംഗ് ഇന്നത്തെ ക്യൂസ് മാർക്കറ്റിൽ റിഫ്ലക്ട് ചെയ്യുന്നു. ഞാൻ ഒന്നുകൂടി എടുത്ത് പറയുന്നു. വോട്ട് യു നൈൻ. സർ, അപ്പോഴും നമ്മൾ ഈ സ്മോൾ ക്യാപ്പിനെ കുറിച്ചും മിഡ് ക്യാപ്പിനെ കുറിച്ചൊക്കെ പറഞ്ഞപ്പോൾ സാർ ലാർജ് ക്യാപ്പിനുള്ള ഒരു ടേക്ക് എങ്ങനെയാണ്? ഞാൻ പറഞ്ഞല്ലോ, ലാർജ് ക്യാപ്പ് എന്ന് പറയുന്നത് ഒന്നാമത്തെ കാര്യം, ലാർജ് ക്യാപ്പിന്റെ ഏർണിംഗ്സ് പെർ ഷെയർ കോവിഡിന് ശേഷം ഭയങ്കരമായിട്ട് കൂടിയിരിക്കുന്നു. കാര്യം എന്ന് വെച്ചാൽ എക്സ്ചേഞ്ച് തന്നെ പറഞ്ഞത് നിങ്ങൾ കൺസോളിഡേറ്റഡ് റിസൾട്ടിലേക്ക് മാറണം, സ്റ്റാൻഡ് അലോൺ അല്ല. സ്റ്റാൻഡ് അലോണിന്റെ കൂടെ സബ്സിഡറീസും കൂടെ ആഡ് ചെയ്ത് വരുമ്പോൾ നമ്മുടെ ഏർണിങ്സ് കൂടും. അപ്പോൾ ഏർണിങ്സ് പെർ ഷെയർ ഓട്ടോമാറ്റിക് ആയിട്ട് കൂടി PE ഷ്രിങ്ക് ചെയ്ത് നിൽക്കുകയാണ് എന്നുള്ളത് നിഫ്റ്റി 50-ൽ ഓപ്റ്റിക്കലി ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് നമുക്ക് കാണുന്നു എന്നുള്ള ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, കൂടുതലും ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ബൈ ചെയ്യുന്ന കംപ്ലീറ്റ് ഈ പറയുന്ന പോലെ നിഫ്റ്റി കമ്പനീസ് ആണ്. കാര്യം അവർക്കും പേടിയുണ്ട്, അവർക്ക് കിട്ടുന്ന സിപ്പ് മണി യൂസ് ചെയ്ത് ഈ സ്മിഡിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻട്രസ്റ്റ് റേറ്റ് കൂട്ടുകയാണെങ്കിൽ എങ്ങനെ പോവും എന്നുള്ളത് അവർക്ക് ഉറപ്പില്ലാത്തതുകൊണ്ട് അവർ നിഫ്റ്റി 50-ലാണ് ഡിപ്ലോയ് ചെയ്യണം. അപ്പോൾ എന്തോരം സെല്ലിംഗ്, ഞാനൊരു കണക്ക് പറഞ്ഞല്ലോ, 3 ലക്ഷം കോടി 2026 FIS സെല്ല് ചെയ്തതിൽ അത് മേടിച്ചത് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആണ്. 5 ലക്ഷം കോടി ഇവർ ഡിപ്ലോയ് ചെയ്തിട്ടുണ്ട്. അത് കൂടുതലും നിഫ്റ്റി 50-ലാണെന്നുള്ളത്. അപ്പോൾ നിഫ്റ്റി 50-ൽ സെല്ലിംഗ് വന്നാലും ചിലപ്പോൾ ഈ പറയുന്ന പോലെ ഈ ഇവർ അബ്സോർബ് ചെയ്ത് പോയേക്കാം. പക്ഷേ എവിടെയെങ്കിലും വെച്ച് സെല്ലിംഗ് നടക്കുമ്പോൾ കൂടുതൽ സെല്ലിങ്ങും സ്മോൾ മിഡ് ക്യാപ്പിൽ, ചിലപ്പം ഹോൾഡിംഗ് ഇവർക്ക് കൂടുതൽ FISന് നിഫ്റ്റി 50-ലായിരിക്കും. സ്മോൾ ക്യാപ്പിലും മിഡ് ക്യാപ്പിലും ചെറിയ ഹോൾഡിംഗേ കാണുള്ളൂ. പക്ഷേ അവിടെ ലിക്വിഡിറ്റി കുറവായുണ്ട്, ഫ്രീ ഫ്ലോട്ട് കുറവായുണ്ട്, ഇക്വിറ്റി ബേസ് കുറവായുണ്ട്, ലിക്വിഡിറ്റി കുറവായുള്ള സ്ഥലമായുണ്ട്. ഇവർ 10%, 15% ലോവർ റേറ്റിൽ എറിഞ്ഞിട്ടിട്ട് അവർ പോകും എന്നുള്ളതാണ് അതിനകത്തുള്ളൊരു പ്രശ്നം. പക്ഷേ നിഫ്റ്റിയിൽ ലിക്വിഡിറ്റി ഉള്ളതുകൊണ്ട് ബൈ ചെയ്യാനായിട്ട് ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കുന്നതുകൊണ്ട് സെല്ലിംഗ് കുറച്ച് നല്ല രീതിയിൽ ഒരു പ്രൈസ് ഡിസ്കവറി മെക്കാനിസം നടന്നേക്കാം എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ നിഫ്റ്റി 50-യും സ്മോൾ മിഡ് ക്യാപ്പ് വെച്ച് നോക്കുമ്പോൾ എവിടെയും നമുക്ക് സേഫ് ഹെവൻ കിട്ടുന്നല്ല. ഇൻട്രസ്റ്റ് റേറ്റ് അവിടെ ഹൈക്ക് ആവുകയാണെങ്കിൽ എങ്ങനെയാണ് ആ ട്രേഡ് സെപ്റ്റ് നടക്കുന്നത്, എങ്ങനെയാണ് അൺവൈൻഡിങ് ഓഫ് ട്രേഡ്, എങ്ങനെയാണ് പൈസ ഇന്ത്യയിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകുന്നത്, എങ്ങനെയാണ് ഡോളർ പോകുന്നത്, എങ്ങനെയാണ് സെല്ലിംഗ് നടക്കുന്നത്, എവിടെയായിരിക്കാം കൂടുതൽ സെല്ലിംഗ് എന്നുള്ളതിനെ ഒരു കോഷ്യസ് ആയിട്ടുള്ള അപ്രോച്ച് നമ്മൾ ക്വാണ്ടിഫൈ ചെയ്ത് വയ്ക്കുക. അതിനനുസരിച്ച് സെല്ല് ചെയ്യാന്നോ ബെയറിഷ് ആവാന്നൊന്നും പറയുന്നില്ല. ബട്ട് മാർക്കറ്റ് തരുന്ന ഒരു റീഡിംഗ് എൻ്റെ കണ്ണുകളിൽ ഇതാണ്. ഞാൻ തെറ്റാനുള്ള സാധ്യതകളാണ് കൂടുതൽ എന്നുള്ള ഡിസ്ക്ലെയിമറും കൂടെ ഞാൻ പറയുന്നു എന്നുള്ളൂ. നയന, എന്തായാലും നമുക്ക് ഓപ്പണിംഗ് അവേഴ്സിന്റെ സമയം ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്ത എല്ലാ സ്റ്റോക്കുകളും സെക്ടറുകളും ഒക്കെ തന്നെ സ്റ്റഡി പർപ്പസിന് വേണ്ടി മാത്രമാണ്. ഒരു സെബി രജിസ്റ്റേർഡ് അനലിസ്റ്റുമായി ഡിസ്കസ് ചെയ്ത ശേഷം മാത്രം ഓഹരി വിപണിയിൽ പണം നിക്ഷേപിക്കുക. Opening hours with MyFin. എളുപ്പത്തിൽ സമ്പാദ്യം വളർത്താം. ഇന്ന് തന്നെ MyFin TV ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.